ഹായ്, ഐ എം ബിജു എസ് നായർ, ഫോമർ ഓഫീസർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. എന്റെ പുതിയ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ന്യൂസ് പേപ്പർ ഹിന്ദു, അതിന്റെ ഫസ്റ്റ് എഡിറ്റോറിയൽ 2 സ്റ്റേറ്റ്സ്. ആ 2 സ്റ്റേറ്റ്സ് ഇന്നത്തെ യഥാർത്ഥത്തിൽ പൊതുവെ എഡിറ്റോറിയൽസും ആർട്ടിക്കിൾസും എല്ലാം നമുക്ക് എളുപ്പമുള്ള സംഭവങ്ങളാണ്. അത്ര ഭയങ്കര കോംപ്ലക്സ് ഇഷ്യൂസിനെ കുറിച്ചൊന്നും അല്ല ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് എഡിറ്റോറിയൽ 2 സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന എഡിറ്റോറിയൽ, ഇത് ഇന്ത്യയിൽ 4-5 സ്റ്റേറ്റുകളിലെ ഇലക്ഷൻ നടക്കേണ്ട സമയമാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. പാർലമെന്റ് ഇലക്ഷൻ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജൈജാന്റിക് ഡെമോക്രാറ്റിക് എക്സർസൈസ് ഇപ്പൊ അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പൊ തന്നെയാണ് അടുത്ത യഥാർത്ഥത്തിൽ വേണമെങ്കിൽ 4 സ്റ്റേറ്റുകൾ ഇലക്ഷൻ ഒരുമിച്ച് നടത്താമായിരുന്നു. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പറയുന്നത് ജമ്മു ആൻഡ് കാശ്മീർ ഈസ് എ വെരി കോംപ്ലക്സ് സ്റ്റേറ്റ്. ഇറ്റ് ഈസ് ഹാവിംഗ് വെരി പെക്യൂലിയർ സെക്യൂരിറ്റി സിറ്റുവേഷൻസ് ദെയർ. ദാറ്റ്സ് വൈ ദേ നീഡ് ടൈം. അതുകൊണ്ട് അവരെല്ലാം കൂടെ ഒരുമിച്ച് ജമ്മു ആൻഡ് കാശ്മീരിനൊപ്പം മറ്റെല്ലാം കൂടെ നടത്താൻ പറ്റത്തില്ല. ഹരിയാനയും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് നടത്തുന്നു. ഒക്ടോബറിന് ശേഷം മാത്രമേ ജാർഖണ്ഡിലെയും മഹാരാഷ്ട്ര ഇലക്ഷൻ നടത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. അത് കഴിയുമ്പോൾ ഡൽഹി ഇലക്ഷൻ വരും. അങ്ങനെ 5 ഇടത്ത ഇലക്ഷനാണ് ഇനി ഇപ്പൊ അങ്ങോട്ട് വരാൻ പോണത്. ഇതൊക്കെ കൊണ്ടാണ് ഈ 1 നേഷൻ 1 ഇലക്ഷൻ എന്ന് പറയുന്ന സംഭവത്തിന് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. കാര്യം എന്നും ഈ ഇലക്ഷൻ നമ്മളെ സ്റ്റേറ്റ് മെഷീനറിയും സെൻട്രൽ മെഷീനറിയും ഒക്കെ ഇലക്ഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നു. നമ്മളെ എക്സ്പെൻഡിച്ചർ വെറുതെ അങ്ങനെ കുറെ ഇലക്ഷൻ എന്ന് പറഞ്ഞ് എപ്പോഴും നടത്തി പോകുന്നു. നമ്മളെ കുറെ പട്ടാളക്കാർ, പോലീസുകാർ, മറ്റ് CRPF പോലുള്ള പാരാമിലിറ്ററി ഫോഴ്സസ്, നമ്മളുടെ സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസ്, അവർക്കെല്ലാം ഇലക്ഷനെ നോക്കി നടത്താനുള്ള സമയമേ കാണുള്ളൂ. അപ്പം പണ്ട് നമുക്ക് ഏതാണ്ട് 1969 വരെ നടന്നതുപോലെ സ്റ്റേറ്റ് ഇലക്ഷനും സെൻട്രൽ ഗവൺമെന്റിന്റെ ഇലക്ഷനും എല്ലാ ഇലക്ഷനും ഒരുമിച്ച് നടക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് പോകുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത്. അതെന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. അതിൽ ഒരുപാട് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് പലർക്കും കാണാം. എന്തായാലും ഇപ്പോ നമുക്ക് നടക്കാൻ പോണ സ്റ്റേറ്റ് ഇലക്ഷൻസ് ഒന്ന് ഹരിയാനയും ഒന്ന് ജമ്മു ആൻഡ് കാശ്മീരും. ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ആയിരുന്നു നമുക്കറിയാം 2019 വരെ. 2019 ജമ്മു ആൻഡ് കാശ്മീരിന്റെ ബൈഫർക്കേറ്റ് ചെയ്ത് 2 യൂണിയൻ ടെറിട്ടറി ആക്കുന്നു. അതിന്റെ ആർട്ടിക്കിൾ 370 എന്ന് പറയുന്ന ജമ്മു ആൻഡ് കാശ്മീരിന്റെ സ്പെഷ്യൽ പവേഴ്സ് എടുത്തു കളയുന്നു. ആർട്ടിക്കിൾ 370 ആയിരുന്നല്ലോ ജമ്മു ആൻഡ് കാശ്മീരിന്റെ സ്പെഷ്യൽ പവേഴ്സ്, അതെടുത്ത് കളയുന്നു. ജമ്മു ആൻഡ് കാശ്മീരിൽ വേറൊരു സംഭവം ഉണ്ടായിരുന്നു, ആർട്ടിക്കിൾ 35A. അതിനെക്കുറിച്ച് ഇത് പറയുന്നില്ല. ആർട്ടിക്കിൾ 35A എന്ന് പറയുന്നത് ജമ്മു ആൻഡ് കാശ്മീരിലെ റെസിഡൻസ് ആരാണെന്ന് ഡിസൈഡ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിൾ ആയിരുന്നു, ആർട്ടിക്കിൾ 35. അത് ആക്ച്വലി ജെൻഡർ ബയസ് ഉണ്ടായിരുന്നു. അതിൽ ആ ജെൻഡർ ബയസ് എന്താണെന്നൊക്കെ നിങ്ങൾ ആർട്ടിക്കിൾ 35A എന്താണെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ കിട്ടും. അതിൽ സ്ത്രീകൾക്കെതിരെയുള്ള ചില പ്രൊവിഷൻസ് ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പൊ അത് ഇല്ല. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അതെല്ലാം മാറി. അപ്പൊ എന്നിട്ട് ലഡാക്ക് എന്നും ജമ്മു ആൻഡ് കാശ്മീർ എന്നും 2 യൂണിയൻ ടെറിട്ടറീസ് ആയിട്ട് മാറ്റിയപ്പോൾ ഗവൺമെന്റ് പറഞ്ഞു ജമ്മു ആൻഡ് കാശ്മീരിന് ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്. ലെജിസ്ലേറ്റീവ് അസംബ്ലി അപ്പൊ ഇല്ല, ഇനിയിപ്പോ ഉണ്ടാവും. ഈ ഡൽഹിയും പുതുച്ചേരിയും പോലെ യൂണിയൻ ടെറിട്ടറീസിന് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുള്ള ഇന്ത്യയിൽ 2 സ്ഥലങ്ങളിലേ ഉള്ളൂ, ഡൽഹിയിലും പുതുച്ചേരിയിലും. അതുപോലെ ജമ്മു ആൻഡ് കാശ്മീരിനും ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ സുപ്രീം കോർട്ട് ഇതിൽ ഈ ഇടയ്ക്ക് ഇടപെട്ടിട്ട് പറഞ്ഞു ബൈ സെപ്റ്റംബർ ദ ഇലക്ഷൻ ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ ഷുഡ് ബി കണ്ടക്ടഡ് എന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് എ ഡെഡ്ലൈൻ സെറ്റ് ബൈ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. ദാറ്റ്സ് വൈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഡിസൈഡഡ് ടു കണ്ടക്ട് elections in Jammu and Kashmir in 3 phases. September 18 is the first phase in the date, second phase in the date September 25, പിന്നെ October 1. ഇങ്ങനെയാണ് അവിടെ ഇലക്ഷൻ നടക്കുന്ന 3 phases ആയിട്ട്. അപ്പോൾ ജമ്മു ആൻഡ് കാശ്മീർ ഇലക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ വലിയൊരു എന്തൂസിയാസം ഉണ്ട്. കാര്യം എന്ന് വെച്ചാൽ 2019 ഇതിന്റെ അവിടെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള പിന്നെ ഗവൺമെന്റുകളെല്ലാം ഇല്ലാതാവുന്നു. അതിനുശേഷം യൂണിയൻ ടെറിട്ടറി, സെൻട്രൽ ഗവൺമെന്റിന്റെ അഡ്മിനിസ്ട്രേഷൻ ആണല്ലോ യൂണിയൻ ടെറിട്ടറി എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പൊ അതിനുശേഷം വന്ന ഡെമോക്രാറ്റിക് എക്സർസൈസ് അവർക്ക് പിന്നീട് എന്തായിരുന്നു വെച്ചാൽ ലോക്സഭ ഇലക്ഷൻ ആയിരുന്നു. അതിൽ ഇതുവരെ കാണാത്ത ഒരു എന്തൂസിയാസമായിരുന്നു അവിടുത്തെ ആൾക്കാരുടെ ഇടയിൽ ഉണ്ടായത് ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. എപ്പോഴും ഇലക്ഷൻസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് ബോയ്ക്കോട്ട് ചെയ്യാൻ പറയും. അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ ബോയ്ക്കോട്ട് ചെയ്യേണ്ടതായിട്ട് വരും ഈ മിലിറ്റൻസിനെ പേടിച്ചിട്ട്. പക്ഷെ ഇപ്പോഴത്തെ ഇലക്ഷനിൽ മിലിറ്റൻസിന്റെ അങ്ങനെയുള്ള ബോയ്ക്കോട്ട് ആഹ്വാനം വലുതായിട്ട് ഇല്ലായിരുന്നു എന്ന് മാത്രമല്ല, ഇത്രയും കാലം ഇലക്ഷൻ പ്രക്രിയയിൽ, ഇലക്ഷൻ പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരുന്ന ഹൂറിയത്ത് കോൺഫറൻസ് പോലുള്ള ചില സംഘടനകൾ ഈ ഇലക്ഷനിൽ ആൾക്കാരോട് വോട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്യാണ് ചെയ്തത്. അതുപോലെ അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ പോലുള്ള സംഘടനകൾ. അപ്പൊ എന്തായാലും ലോക്സഭ ഇലക്ഷനിൽ ഇതുവരെ ഇല്ലാത്ത ഒരു പാർട്ടിസിപ്പേഷൻ ജമ്മു ആൻഡ് കാശ്മീരിലെ ജനങ്ങളുടെ ഇടയിൽ നിന്നുണ്ടായി. ആ പാർട്ടിസിപ്പേഷൻ ഇപ്പോഴും അവിടെ ഇനി നടക്കാൻ പോണ അസംബ്ലി ഇലക്ഷനിൽ ഉണ്ടാവുമോ എന്ന് കണ്ടറിയണം. കാണും എന്നാണ് ഉറപ്പ്. അപ്പം അവിടെ ഒരു ഡെമോക്രാറ്റിക് ആയിട്ട് ഇലക്ടഡ് ആയിട്ടുള്ള ജനങ്ങൾ ഇലക്ട് ചെയ്യുന്ന അവിടുത്തെ ഒരു ഗവൺമെന്റ് ഉണ്ടായാൽ മാത്രമേ ജമ്മു ആൻഡ് കാശ്മീരിലെ ജനങ്ങളുടെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഈ നമ്മളുടെ സെൻട്രൽ ഗവൺമെന്റിനോടൊക്കെ എന്തെങ്കിലും കംപ്ലൈന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പ്രോപ്പർലി അത് അഡ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ ഇപ്പൊ വീണ്ടും ഒരു റൈസിംഗ് മിലിറ്റൻസി പ്രോബ്ലം ഉണ്ട്. ആ മിലിറ്റൻസി പ്രോബ്ലത്തിന് അഡ്രസ് ചെയ്യുക, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ എന്തായാലും ജമ്മു ആൻഡ് കാശ്മീർ ഇലക്ഷൻ വേൾഡ് ഓവർ വളരെ ക്യൂരിയോസിറ്റിയോടുകൂടി അവർ വാച്ച് ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ അതാണ് ഈ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹരിയാനയിലെ ഇലക്ഷനെ കുറിച്ചാണ്. ഹരിയാനയിലെ ഇലക്ഷൻ
അതിൻ്റെതായ ഒരു പ്രാധാന്യമുണ്ട്. കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസ് നോർത്ത് ഇന്ത്യയിൽ ഭരിക്കുന്നത് ഒരേ ഒരു സ്റ്റേറ്റ് മാത്രമാണ് ഇപ്പം, ഹിമാചൽ പ്രദേശ്. ബാക്കി അവർക്ക് 2 സ്റ്റേറ്റുകളുള്ളത് കർണാടകവും തെലുങ്കാനയാണ്. അത് 2 സൗത്ത് ഇന്ത്യയിലാണ്. അപ്പൊ ഈ നോർത്ത് ഇന്ത്യയിലെ മറ്റൊരു സ്റ്റേറ്റ് കൂടെ അവർക്ക് ഭരണം പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ഹരിയാന ഇലക്ഷൻ നടന്നത്. ഹരിയാനയിൽ ഇപ്പൊ ലോക്സഭാ ഇലക്ഷനിൽ BJPക്കെതിരെ കുറച്ച് തിരിച്ചടികൾ ഉണ്ടായി. BJP അവിടുത്തെ മൊത്തം സീറ്റ്സും കഴിഞ്ഞ ഇലക്ഷനിൽ 2019 വൺ ചെയ്ത 24 അവർക്ക് 5 സീറ്റ്സ് അവിടെ നഷ്ടപ്പെട്ടു ലോക്സഭാ ഇലക്ഷനിൽ. അപ്പൊ അത് അവരുടെ BJP ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു ആന്റി ഇൻകംബൻസി ഉണ്ട്, ഒരു ഡബിൾ ആന്റി ഇൻകംബൻസി ഉണ്ട്. കാര്യം ആ സ്റ്റേറ്റ് 10 years ആയിട്ട് BJP ഭരിക്കുന്ന. ആദ്യം മനോഹർ ലാൽ ഖട്ടർ എന്ന് പറയുന്ന ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. ഇപ്പം നയാബ് സിംഗ് സൈനിയാണ് അവിടുത്തെ ചീഫ് മിനിസ്റ്റർ. അത് ഖട്ടറിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ജനങ്ങളുടെ ഒരു റിസന്റ്മെന്റ് ഇല്ലാതാക്കാൻ വേണ്ടി BJP ചെയ്തതാണ്. നയാബ് സിംഗ് സൈനിയെ മറ്റേ ആളിനെ മാറ്റിക്കൊണ്ട് മനോഹർ ലാൽ ഖട്ടറിനെ എന്നിട്ട് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആക്കി മാറ്റി. പുതിയ മോഡി ഗവൺമെന്റിൽ നയാബ് സിംഗ് സൈനി അവിടെ ചീഫ് മിനിസ്റ്റർ ആക്കി മാറ്റി. അപ്പൊ അവിടെ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഹരിയാനയിലെ ഫാമേഴ്സിന്റെ പ്രൊട്ടസ്റ്റ് ഒക്കെ ഒരുപാട് നടന്ന സ്റ്റേറ്റ് ആണ്. സോ ഫാമേഴ്സിന് ഭയങ്കരമായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉള്ള സ്റ്റേറ്റ് ആണ്. അവരുടെ ഒരു ഡിസ്കണ്ടന്റ് അഗെയിൻസ്റ്റ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വിൽ ബി റിഫ്ലക്റ്റഡ് ഇൻ ദ ഇലക്ഷൻ. ദർ ഇസ് എ ഗ്രേറ്റ് ചാൻസ് ഫോർ ദാറ്റ്. ആൻഡ് അനദർ തിങ് ഈസ് ജാട്ട് കമ്മ്യൂണിറ്റി ഈസ് വെരി ഇൻഫ്ലുവൻഷ്യൽ ഇൻ ദാറ്റ് പാർട്ട് ഓഫ് ഇന്ത്യ. ജാട്ട് കമ്മ്യൂണിറ്റി, ജാട്ട് എന്ന് പറയുന്ന ഒരു ഫാം ലാൻഡ് ഓൺ ചെയ്യുന്ന ഫാമിംഗ് കമ്മ്യൂണിറ്റിയാണ്. ദേ ആർ ട്രഡീഷണൽ സപ്പോർട്ടേഴ്സ് ഓഫ് കോൺഗ്രസ് ആൻഡ് അതർ പാർട്ടീസ്. പക്ഷേ BJPയുടെ സപ്പോർട്ടേഴ്സ് അല്ല അവര്. അപ്പൊ BJP എപ്പോഴും ഇവിടെ ചെയ്യുന്ന വെച്ചാൽ നോൺ ജാട്ട് ആയിട്ടുള്ള OBCs ഉണ്ട് ഒരുപാട്. ജാട്ടകൾ അല്ലാത്ത ആൾക്കാരുണ്ടല്ലോ, അവിടെ മെയിൻലി OBCs ആണ്, നോൺ ജാട്ട് OBCs. അവരുടെ വോട്ട് കൺസോൾട്ടേറ്റ് ചെയ്ത് അവരുടെ ഫേവറിൽ BJPയുടെ ഫേവറിലാക്കിയാണ് ചെയ്യുന്നത്. ഇപ്പൊ അങ്ങനെയുള്ള കൺസോൾട്ടേഷൻ ഒക്കെ നടക്കുമോ? അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ആം ആദ്മി പാർട്ടി അവിടെ ഒരു വലിയൊരു ഇൻഫ്ലുവൻസിങ് ഫാക്ടർ ആയിട്ടുണ്ട്. ഇപ്പൊ എന്തൊക്കെ അണ്ടർ കറൻസ് ആണ് ഉണ്ടാവാൻ പോണെന്ന് അറിഞ്ഞൂടാ. കോൺഗ്രസിന് ഒരു നോർത്ത് ഇന്ത്യയിലെ അനദർ സ്റ്റേറ്റ് ആഫ്റ്റർ ഹിമാചൽ പ്രദേശ് വിൻ ചെയ്യാൻ പറ്റുമോ, അതോ BJP കൺസിക്യൂട്ടീവ്ലി 3rd ടൈമും അവിടെ വിൻ ചെയ്യുമോ എന്നുള്ളതാണ് ഹരിയാനയിൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. എന്തായാലും ഈ 2 സ്റ്റേറ്റുകളിലെയും 2 സ്ഥലങ്ങളിലെയും ഇലക്ഷന്റെ റിസൾട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. BJPക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ചെറിയൊരു വേർഡിക്റ്റ് ലോക്സഭാ ഇലക്ഷനിൽ ചെറിയൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അതാണ് അവർക്ക് മെജോറിറ്റി ഒന്നും കിട്ടാതായി പോയത്. അപ്പോൾ ഒപ്പോസിഷൻ ഒന്ന് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന സമയമാണ്. ഇഫ് ദേ ക്യാൻ ഹോൾഡ് ഓൺ ടു ദാറ്റ്, if the opposition parties can hold on to that trend that reflected in the Lok Sabha election, that will be better for the opposition politics in India. Okay, അപ്പോൾ അതാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ. സെക്കൻഡ് എഡിറ്റോറിയൽ ബാക്ക് ഫ്രം ദ ബ്രിങ്ക് എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. ദിസ് ഈസ് അഗെയിൻ റിലേറ്റഡ് ടു ആൻ ഇലക്ഷൻ, ബട്ട് ഇറ്റ് ഈസ് അഗെയിൻ ഞാൻ പറഞ്ഞു അഗെയിൻ റിലേറ്റഡ് ടു ആൻ ഇലക്ഷൻ ബട്ട് നോട്ട് ആൻ ഇലക്ഷൻ ഇൻസൈഡ് ഇന്ത്യ. ഈ ഇലക്ഷൻ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഇലക്ഷൻ ആണ്. പക്ഷേ ഇന്ത്യയുടെ നെയ്ബറിംഗ് കൺട്രിയായ ശ്രീലങ്കയിലാണ് ഇലക്ഷൻ നടക്കാൻ പോകുന്നത്. ശ്രീലങ്കയിൽ ഇപ്പൊ പ്രസിഡന്റ് റാനിൽ വിക്രമസിംഗെയാണ് ശ്രീലങ്കയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ശ്രീലങ്കയുടെ പ്രസിഡന്റ് റാനിൽ വിക്രമസിംഗെ വീണ്ടും അവിടെ പ്രസിഡന്റ് ആവാൻ വേണ്ടിയിട്ട് മത്സരിക്കുന്നു. സെപ്റ്റംബർ 21 അവിടെ ഇലക്ഷൻ നടക്കുന്നത്. ഏതാണ്ട് 39ഓളം കാൻഡിഡേറ്റ്സ് ഇപ്പോൾ ശ്രീലങ്കയുടെ ഇലക്ഷനിൽ മത്സരിക്കുന്നുണ്ട്. ആ കാൻഡിഡേറ്റ്സിന്റെ പേരൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. പേരൊന്നും നമ്മൾ പഠിക്കണ്ട, അതൊന്നും നമുക്ക് റിലവന്റ് അല്ല. അൾട്ടിമേറ്റ്ലി ആഫ്റ്റർ ദ September 21 presidential election, who is going to govern Sri Lanka as the new president, that will be the matter of interest for India. അത് ഇപ്പോഴല്ല, അത് ആരാണോ ഫൈനലി വിൻ ചെയ്യാൻ പോകുന്നത് അപ്പോഴേ നമുക്കത് വലിയ ഇതാവുന്നുള്ളൂ. പക്ഷെ ഇത് എന്തുകൊണ്ട് ശ്രീലങ്കയെ കുറിച്ച് ഇങ്ങനെ ഒരു എഡിറ്റോറിയൽ ഇപ്പം വന്നേക്കെന്ന് വെച്ചാൽ, ഒന്ന് ശ്രീലങ്ക 2022 ഇപ്പോ ബംഗ്ലാദേശിൽ ഫേസ് ചെയ്ത പോലെ പ്രോബ്ലം ഫേസ് ചെയ്ത ഒരു രാജ്യമാണ്. അവിടെ ഹെവി എക്കണോമിക് ക്രൈസിസ് ഉണ്ടായി, ബിഗ് എക്കണോമിക് ക്രൈസിസ് ഉണ്ടായി. ബംഗ്ലാദേശിലെ പ്രോബ്ലം അതല്ല, എക്കണോമിക് ക്രൈസിസ് അല്ലായിരുന്നു. പക്ഷെ അതിന് സമാനമായിട്ട് അവിടെ നടന്ന സംഭവം, അവിടുത്തെ ജനങ്ങൾ അവിടുത്തെ ലീഡറിന്റെ ഹൗസ്, ഒഫീഷ്യൽ റെസിഡൻസ് കയ്യേറുന്ന ഒരു സീനൊക്കെ നിങ്ങൾ കണ്ടായിരുന്നല്ലോ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയുടെ. അതുപോലെ ആയിരുന്നു ശ്രീലങ്കയിൽ അവിടുത്തെ പ്രസിഡന്റായ ഗോതബായ രാജപക്സെയുടെ പ്രസിഡൻഷ്യൽ പാലസ് ജനങ്ങൾ കൈയേറിയൊക്കെ ചെയ്തായിരുന്നു. പക്ഷെ ഇവിടെ എക്കണോമിക് ക്രൈസിസ്, മറ്റൊരു റിസർവേഷനും ആയിരുന്നു. ബംഗ്ലാദേശിൽ റിസർവേഷൻ അഗെയിൻസ്റ്റ് ആയിട്ടാണല്ലോ അവിടുത്തെ സ്റ്റുഡൻസ് അജിറ്റേഷനിലേക്ക് പോയത്. പക്ഷേ ശ്രീലങ്കയിൽ അതല്ലായിരുന്നു. ശ്രീലങ്കയിൽ എന്ന് വെച്ചാൽ അവിടെ ഹെവി ഡെറ്റ് ബർഡൻ ഉണ്ടായി ശ്രീലങ്കയിൽ. അതിനെ അഡ്രസ് ചെയ്യാനുള്ള ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഒന്നും അവിടുത്തെ സെൻട്രൽ ബാങ്കിന്റെ കയ്യിൽ ഇല്ലാതായി. ഇതെല്ലാം അവിടുത്തെ എക്കണോമിക് മിസ്മാനേജ്മെന്റ് ആയിരുന്നു ഒരു കാര്യം. പ്രസിഡന്റൊക്കെ തീരെ ലൈറ്റ് ആയിട്ട് അവിടുത്തെ എക്കണോമിയെ കൈകാര്യം ചെയ്ത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഒരു കോവിഡ് ക്രൈസിസ് ഉണ്ടായപ്പോൾ അവിടെ ടൂറിസം നിലച്ചുപോയി. ശ്രീലങ്കയുടെ പ്രശ്നം, ശ്രീലങ്ക അങ്ങനെ ഒരു മാനുഫാക്ചറിങ് കൺട്രി ഒന്നും അല്ല, അവർ മെയിൻലി ഡിപ്പെൻഡ് ഓൺ ടൂറിസം, പിന്നെ ടീ എക്സ്പോർട്ടിനെയാണ്. ഈ ടീ എക്സ്പോർട്ടും കോവിഡ് ഒക്കെ ഉണ്ടായപ്പോൾ നടക്കാതായി.
അതിന്റെ കൂടെ അവിടെ ഈസ്റ്റർ ബോംബിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഈസ്റ്റർ സമയത്ത് ക്രിസ്ത്യൻ പള്ളികളിൽ ഒരു അറ്റാക്ക് ഉണ്ടായിരുന്നു, ടെററിസ്റ്റ് അറ്റാക്ക്. അതിനുശേഷം സെക്യൂരിറ്റി റീസൺ കൊണ്ട് ഫോറിനേഴ്സ് അവിടെ ടൂറിസത്തിന് വരാതായി. അപ്പം ടൂറിസത്തിൽ നിന്നുള്ള വരുമാനം നിലച്ചു, ടീ എക്സ്പോർട്ടിൽ നിന്നുള്ള വരുമാനം നിലച്ചു. അതൊക്കെ കാരണമായി. അങ്ങനെ കുറെ ക്രൈസിസ് ഉണ്ടായി. എന്തായാലും ശ്രീലങ്കയിൽ പക്ക എക്കണോമിക് ക്രൈസിസ് ആയി. അവിടെ അവസാനം ഇന്ത്യ ആണ് മെയിൻലി അവരെ പ്രൊട്ടക്ട് ചെയ്തത്. ഇന്ത്യ കുറെ പണം കൊടുത്ത് സഹായിച്ചു അവരെ. അതിനുശേഷം ഇന്ത്യ ഉൾപ്പെടുന്ന ചില രാജ്യങ്ങൾ, ഇന്ത്യയും ഫ്രാൻസും ജപ്പാനും ഒക്കെ ചേർന്ന് പാരീസ് ക്ലബ് എന്ന് പറയുന്ന കുറച്ച് രാജ്യങ്ങളുണ്ട്. അവരുടെ സപ്പോർട്ടിൽ IMF, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, അവർക്ക് കുറെ സഹായങ്ങളൊക്കെ കൊടുത്ത് ഇപ്പോ ശ്രീലങ്ക ഈസ് ബാക്ക് ടു നോർമൽ. സ്റ്റിൽ ദേ ആർ ഫേസിങ് ഫിനാൻഷ്യൽ ക്രൈസിസ്, ബട്ട് ദേ ആർ ആക്ച്വലി ഇംപ്രൂവിങ് ദെയർ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ. അപ്പൊ അതിന് പ്രധാനമായിട്ടും ഒരു നന്ദി പറയേണ്ടത് ഒന്ന് ഇന്ത്യയോടാണ്. പിന്നെ ഇന്ത്യ ഉൾപ്പെടുന്ന അവരുടെ സപ്പോർട്ടിംഗ് കൺട്രീസ് വേറെ കുറച്ച് പേര്, പിന്നെ IMF അവരെ സഹായിക്കുന്നുണ്ട്. പ്ലസ് ഏബിൾ ലീഡർഷിപ്പ് ഓഫ് കറന്റ് പ്രസിഡന്റ് ഓഫ് ശ്രീലങ്ക റാനിൽ വിക്രമസിംഗെ. ആ ഒരു കോൺഫിഡൻസിൽ റാനിൽ വിക്രമസിംഗെ അവിടെ ഇലക്ഷനിൽ വീണ്ടും മത്സരിക്കുകയാണ് പ്രസിഡന്റ് ആവാൻ. പക്ഷെ അദ്ദേഹം ജയിക്കുന്ന കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല. ചില സ്ട്രോങ് ആയിട്ടുള്ള ഒപ്പോണൻസ് അദ്ദേഹത്തിനുണ്ട്. അപ്പൊ ആരാണ് ജയിക്കുന്നത് ഉള്ളതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇന്ത്യക്ക് വളരെ സ്റ്റേക്ക് ഉള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ടാണല്ലോ ഇന്ത്യ അവിടെ വലിയ ക്രൈസിസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ പൈസയെ കൂടി സഹായിച്ചത്. പിന്നെ ശ്രീലങ്കയിൽ ഇപ്പോഴത്തെയും ഒരു വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എക്കണോമിക് ക്രൈസിസ് മാത്രമല്ല, ശ്രീലങ്കയിൽ തമിഴ് പ്രോബ്ലം എന്ന് പറഞ്ഞ ഒരു വലിയ പ്രോബ്ലമാണ്. ശ്രീലങ്കയിൽ ഏറ്റവും വലിയ മൈനോറിറ്റീസ് ആണ് തമിഴ്. ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് ആണ്. ഇവിടുത്തെ പോലെ റിലീജിയൻ ബേസ്ഡ് ആയിട്ടുള്ള മൈനോറിറ്റീസ് അല്ല, ഭാഷാ അടിസ്ഥാനത്തിലുള്ള മൈനോറിറ്റീസ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ മൈനോറിറ്റീസ് ആയ തമിഴിയൻസ് എന്ന് പറയുന്നത്. അവരുടെ LTT പ്രോബ്ലം ഒക്കെ നിങ്ങൾ പലർക്കും അറിയാമായിരിക്കും, അതൊന്നും ഞാൻ ഇപ്പൊ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നില്ല. അപ്പൊ എന്തായാലും അവിടെ സിവിൽ വാറൊക്കെ ഉണ്ടായി LTTയുടെ പീരീഡിൽ. അതിനുശേഷം ഇപ്പൊ ആ സിവിൽ വാറൊക്കെ കഴിഞ്ഞു. അപ്പം തമിലിയൻസ് യഥാർത്ഥത്തിൽ ഒരുപാട് ഡിസ്ക്രിമിനേഷൻസ് അവിടെ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ തമിലിയൻസ് ഉൾപ്പെടുന്ന അവിടുത്തെ നോർത്തേൺ പ്രോവിൻസസിന് ഓട്ടോണമി കൊടുക്കുന്ന അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷന്റെ 13th അമെന്റ്മെന്റ് എന്ന് പറയുന്ന അമെന്റ്മെന്റ് ഉണ്ട്. ആ 13th അമെന്റ്മെന്റ് ഇന്ന് വരെയും അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ ശ്രീലങ്കയിൽ നടപ്പാക്കിയിട്ടില്ല. അപ്പൊ പുതുതായിട്ട് വരുന്ന ഗവൺമെന്റ് 13th അമെന്റ്മെന്റ് നടപ്പാക്കി അവിടുത്തെ പ്രൊവിൻഷ്യൽ ഓട്ടോണമി എൻഷുർ ചെയ്ത് അവിടുത്തെ എത്നിക് ഒരു പ്രോബ്ലമായ ശ്രീലങ്കൻ തമിഴ്സിന്റെ പ്രോബ്ലംസും കൂടെ അഡ്രസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് കാണിക്കണം എന്നും ഈ എഡിറ്റോറിയലിന്റെ അവസാനം പറയുന്നുണ്ട്. കുറിച്ചൊക്കെ ഒരു വലിയ ഡിസ്കഷന്റെ ആവശ്യമുള്ള സബ്ജക്റ്റുകളാണ്. ഇപ്പോൾ അതിനൊന്നും എനിക്ക് സമയമില്ല. നമ്മൾ ഇനി ശ്രീലങ്കയിൽ ഇലക്ഷനെ കഴിയുമ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ള വലിയ ആർട്ടിക്കിൾസ് വരും, അപ്പം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി ഇന്നത്തെ ഹിന്ദുവിലെ മറ്റ് ആർട്ടിക്കിൾസ്, എഡിറ്റോറിയൽ പേജിലെയും ഓപ്പോസിറ്റ് എഡിറ്റോറിയൽ പേജിലെയും ആർട്ടിക്കിൾസ് 5 സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളെ സെലക്ട് ചെയ്തിട്ട് ഒരേ വിഷയത്തിനെ കുറിച്ചുള്ള ആർട്ടിക്കിളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സത്യത്തിൽ അതിൽ എനിക്ക് ഈ 5 സ്റ്റേറ്റുകൾ, അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. സൗത്ത് ഇന്ത്യയിലെ 5 സ്റ്റേറ്റുകൾ: കർണാടകം, തമിഴ്നാട്, കേരളം, തെലങ്കാന, ആന്ധ്രാപ്രദേശ്. ഈ 5 സ്റ്റേറ്റുകളിലെയും എന്ത് പ്രോബ്ലത്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് വെച്ചാൽ കോമൺ പ്രോബ്ലത്തിനെ കുറിച്ചാണ്. എന്താണെന്ന് വെച്ചാൽ ഇതാണ് നമ്മളുടെ മൈഗ്രന്റ് ലേബർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്. ഈ 5 സ്റ്റേറ്റുകളിൽ കർണാടകത്തിലെ മൈഗ്രന്റ് ലേബേഴ്സിന്റെ പ്രോബ്ലംസ്, തമിഴ്നാട്ടിലെ മൈഗ്രന്റ് ലേബേഴ്സിന്റെ പ്രോബ്ലംസ്, കേരളത്തിലെ മൈഗ്രന്റ് ലേബേഴ്സിന്റെ പ്രോബ്ലംസ്, ആന്ധ്രാപ്രദേശിലെ മൈഗ്രന്റ് ലേബേഴ്സിന്റെ പ്രോബ്ലംസ് ആൻഡ് തെലങ്കാനയിലെ മൈഗ്രന്റ് ലേബേഴ്സിന്റെ പ്രോബ്ലംസ്. ഇങ്ങനെ ഈ 5 സ്റ്റേറ്റുകളിലെയും മൈഗ്രന്റ് ലേബേഴ്സിനെ കുറിച്ച് കണ്ടോ. ഇത് കർണാടകത്തിലാണ്. ന്യൂ മൈഗ്രന്റ് റിയാലിറ്റീസ് ഇൻ കർണാടകാസ് ജിഗ് സെക്ടർ. ജിഗ് സെക്ടർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ് ജിഗ് വർക്കേഴ്സ് എന്ന് പറയുന്നത്? GIG, ജിഗ് വർക്കേഴ്സ്. നമ്മളെ സ്വിഗ്ഗി, സൊമാറ്റോ, ഓല, യൂബർ, പിന്നീട് ബിഗ് ബാസ്ക്കറ്റ്, ഇതുപോലെയൊക്കെയുള്ള ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിനെ പൊതുവെ അഗ്രഗേറ്റേഴ്സ് എന്ന് അറിയപ്പെടുന്ന ആ അഗ്രഗേറ്റേഴ്സിന്റെ കൂട്ടത്തിൽ പാർട്ട്നേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരെയാണ് അവരെ പാർട്ട്നേഴ്സ് എന്ന് അവർ വിളിക്കുന്നത്. ഒരിക്കലും അവരുടെ എംപ്ലോയീസ് എന്ന് വിളിക്കത്തില്ല. എംപ്ലോയീസ് എന്ന് വിളിച്ചാൽ അവർക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഈ കമ്പനീസ് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് അവർ എംപ്ലോയീസ് എന്ന് വിളിക്കാറില്ല, പകരം അവർ പാർട്ട്നേഴ്സ് എന്ന് വിളിക്കും. അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ പ്രോബ്ലംസ്. അപ്പൊ എന്തായാലും ഈ ജിഗ് വർക്കേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു വലിയ പൊട്ടൻ വർക്ക് ഫോഴ്സ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ പ്രോബ്ലംസിനെ അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോ 1 second പല സ്റ്റേറ്റുകളും ജിഗ് വർക്കേഴ്സിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇപ്പോ നിയമങ്ങളെ കൊണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മെയിനായിട്ട് ആദ്യം അത്തരത്തിൽ ജിഗ് വർക്കേഴ്സിന് വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു നിയമം ഉണ്ടാക്കിയത് രാജസ്ഥാനാണ്. ഇപ്പൊ അത് കർണാടകവും അത്തരത്തിലൊരു നിയമം ഉണ്ടാക്കുന്നുണ്ട്. ആ നിയമത്തിനെ കുറിച്ചും അതിലെ പോരായ്മകളെ കുറിച്ചും അതിലെ അഡ്വാൻറ്റേജസിനെ കുറിച്ചൊക്കെ ആർട്ടിക്കിൾസ് ഹിന്ദുവിൽ വന്ന് ഞാൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എന്തായാലും അതോടെ നിൽക്കട്ടെ. അതല്ല, ഈ ആർട്ടിക്കിൾസ് ഇങ്ങനെ 5 സ്റ്റേറ്റുകളിലും ഈ മൈഗ്രന്റ് വർക്കേഴ്സിന്റെ പ്രോബ്ലംസിനെ കുറിച്ചും അവർ ഫേസ് ചെയ്യുന്ന സോഷ്യൽ
പ്രോബ്ലംസിനെ കുറിച്ചും അവര് വർക്ക് ചെയ്യുന്ന അവര് ഫേസ് ചെയ്യുന്ന റിയാലിറ്റീസിനെ കുറിച്ചും ഒക്കെ ഉള്ള ആർട്ടിക്കിൾസ് വരാൻ കാരണം വേറൊരു കാര്യമാണ്. അത് ഞാൻ പറയാം. എന്തായാലും ന്യൂ മൈഗ്രന്റ് റിയാലിറ്റീസും കർണാടക ജിഗ് സെക്ടർ എന്ന് പറയുന്ന ആദ്യത്തെ ആർട്ടിക്കിൾ. രണ്ടാമത്തെ ആർട്ടിക്കിൾ കണ്ടോ, മൈഗ്രൻസ് ടോയിൽ ഇൻ തമിഴ്നാട് കാവേരി ഡെൽറ്റ എന്ന് പറയുന്ന ആർട്ടിക്കിള്. മൂന്നാമത്തെ ആർട്ടിക്കിള് ഇവിടെ രണ്ട് ആർട്ടിക്കിൾസ്. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ആർട്ടിക്കിൾ വരുന്നത് കണ്ട, ഇൻ കേരള എ ഡിപെൻഡൻസ് ഓൺ മൈഗ്രന്റ് വർക്കേഴ്സ്. എഗെയിൻ മൈഗ്രൻസിനെ കുറിച്ചാണ്. ദ മെനി ജോബ്സ് അക്രോസ് ദ ബോർഡർ, ഇത് മൈഗ്രൻസിനെ കുറിച്ച്, ഇത് ആന്ധ്രാപ്രദേശിലെ പ്രോബ്ലം ആണ്. താഴോട്ട് വരുമ്പോ ദ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് കൊണ്ടൻട്രം എന്ന് പറഞ്ഞ് തെലങ്കാനയിലെ മൈഗ്രന്റ് വർക്കേഴ്സിനെ കുറിച്ച്. ഇത്രയും ഈ 5 സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലെയും മൈഗ്രന്റ് വർക്കേഴ്സിന്റെ സ്റ്റാറ്റസിനെ കുറിച്ച് ഇങ്ങനെ 5 ആർട്ടിക്കിൾസ് ഹിന്ദു ഇതില് പബ്ലിഷ് ചെയ്യാൻ കാരണം, ഈ ഇടയ്ക്ക് ഞാൻ പലതവണ ഡിസ്കസ് ചെയ്തിട്ടുള്ള കർണാടകത്തിൽ വന്നൊരു നിയമമാണ് എന്റെ റീസൺ. ആ നിയമത്തിന്റെ പേര് ദ കർണാടക ഗവൺമെന്റ് ഡിസിഷൻ ടു ഇൻട്രൊഡ്യൂസ് 2 laws. അതില് ഈ 2 laws ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞത്. ഒന്ന് ദ ഫാക്ടറീസ് കർണാടക അമെൻമെന്റ് ബിൽ 2023. ദ ഫാക്ടറീസ് കർണാടക അമെൻമെന്റ് ബിൽ 2023. ആക്ച്വലി അതുമല്ല, ഈ പ്രൈം റീസൺ ഫോർ publishing these articles in this newspaper is the second draft law published by കർണാടക ഗവൺമെന്റ്. ആ രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ, രണ്ടാമത്തെ ലോ എന്താണെന്ന് വെച്ചാൽ, അത് ഡ്രാഫ്റ്റ് ആണ്. ഇതൊരിക്കലും അത് അവിടെ ഇംപ്ലിമെന്റ് ഒന്നും ആയിട്ടില്ല. കർണാടക സ്റ്റേറ്റ് എംപ്ലോയ്മെന്റ് ഓഫ് ലോക്കൽ കാൻഡിഡേറ്റ്സ് ഇൻ ദ ഇൻഡസ്ട്രീസ്, ഫാക്ടറീസ് ആൻഡ് അതർ എസ്റ്റാബ്ലിഷ്മെന്റ് ബിൽ 2024. ദ കർണാടക സ്റ്റേറ്റ് എംപ്ലോയ്മെന്റ് ഓഫ് ലോക്കൽ കാൻഡിഡേറ്റ്സ് ഇൻ ദ ഇൻഡസ്ട്രീസ്, ഫാക്ടറീസ് ആൻഡ് അതർ എസ്റ്റാബ്ലിഷ്മെന്റ്സ് ബിൽ 2024. ഇത് ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് 1-2 തവണ ഹിന്ദുവിൽ അതിനെ കുറിച്ചുള്ള ആർട്ടിക്കിൾസ് എഡിറ്റോറിയൽ പേജിലും ഓപ്പോസിറ്റ് എഡിറ്റോറിയൽ പേജിലും ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് പേജിലും ഒക്കെ വന്നപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഈ രണ്ടാമത് പറഞ്ഞ സാധനം, കർണാടക സ്റ്റേറ്റ് എംപ്ലോയ്മെന്റ് ഓഫ് ലോക്കൽ കാൻഡിഡേറ്റ്സ് ഇൻ ദ ഇൻഡസ്ട്രീസ്, ഫാക്ടറീസ് ആൻഡ് അതർ എസ്റ്റാബ്ലിഷ്മെന്റ് ബിൽ 2024. ഇതെന്തായിരുന്നു? ഇതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് വളരെ സിവിയർ ബാക്ക്ലാഷ് കർണാടക ഗവൺമെന്റ് ഫേസ്ഡ് ഫ്രം ദ ഇൻഡസ്ട്രീസ് ഇൻ കർണാടക, എസ്പെഷ്യലി ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള സിലിക്കൺ വാലി എന്നാണല്ലോ ബാംഗ്ലൂരിന് അറിയപ്പെടുന്നത്. ഈ സിലിക്കൺ വാലിയിലെ IT കമ്പനീസും എല്ലാം അതിനെ ഭയങ്കര സിവിയർലി അതിനെ റെസിസ്റ്റ് ചെയ്തു. ദാറ്റ്സ് വൈ കർണാടക ഗവൺമെന്റ് ഡിസൈഡഡ് ടു വിത്ത്ഹോൾഡ് ദാറ്റ് ലോ ഫോർ ദ ടൈം ബീങ്. ഓക്കെ, അപ്പൊ ഇത് എന്തായിരുന്നു എന്ന് വെച്ചാല്, അവിടുത്തെ മൊത്തം പ്രൈവറ്റ് ജോബില് നോൺ മാനേജറൽ പൊസിഷനിൽ ഏതാണ്ട് 70% ജോബും അവിടുത്തെ ലോക്കൽ എയ്ഡ്സിന് കർണാടകക്കാർക്ക് മാത്രം. മാനേജറൽ പൊസിഷനിൽ എനിക്കൊന്ന് 50% ആണെന്ന് തോന്നുന്നു അവിടുത്തെ കർണാടകക്കാർക്ക് മാത്രം. ഈ കർണാടകക്കാരെന്ന് പറയുമ്പോഴത്തേക്ക് കർണാടകയിൽ ഡൊമിസൈൽഡ് ആയിരിക്കണം എത്രയോ വർഷം, എനിക്കൊന്ന് മോർ ദാൻ 10 or 15 years കർണാടകയിൽ ഡൊമിസൈൽഡ് ആയിരിക്കണം, പ്ലസ് കന്നഡ അറിയണം. ഇപ്പൊ ഞാൻ പോയി കർണാടകത്തിൽ കുറെ കാലം താമസിച്ചു, ഞാൻ അവിടെ ഡൊമിസൈൽഡ് ആണ്, ബട്ട് ഐ ഡോണ്ട് നോ ഹൗ ടു റീഡ് ഓർ റൈറ്റ് കന്നഡ. then they won't treat me as a റെസിഡന്റ് ഓഫ് കർണാടക, അല്ലെങ്കിൽ ഈ ഒരു എംപ്ലോയ്മെന്റിന്റെ എലിജിബിലിറ്റിക്ക് ഞാൻ ഇതാവത്തില്ല. അപ്പൊ ഇത് ഭയങ്കര പ്രശ്നമായി. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് ക്വാളിറ്റി ഉള്ള പല മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്ന ആൾക്കാരെ എടുക്കാതെ ചിലപ്പോൾ ക്വാളിറ്റി കുറഞ്ഞ കർണാടകക്കാരെ എടുക്കേണ്ടി വരും. പിന്നെ ഇതിന്റെ ഇടയിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ ഇൻഡസ്ട്രീസ് ഇത് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ അവർക്ക് എപ്പോഴും ലോക്കലൈറ്റ്സിനെക്കാളും അവർക്ക് മൈഗ്രൻസ് വരുന്ന ഇഷ്ടം. കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ മൈഗ്രൻസ് എപ്പോഴും അൺഓർഗനൈസ്ഡ് ആയിരിക്കും. ഞാൻ തന്നെ കർണാടകത്തിൽ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ ഓഫീസറായിട്ട് കുറച്ച് കാലം ജോലി ചെയ്തപ്പോൾ ആ പ്രോബ്ലം ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. കർണാടകക്കാർ എപ്പോഴും അവർ യുണൈറ്റഡ് ആണ്, അവർ ലോക്കൽ സപ്പോർട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ നമ്മളെയൊക്കെ ഈവൻ ഗവൺമെന്റ് എംപ്ലോയീസ് ആയിട്ടുള്ള നമ്മളെ പോലും ചില ഡേഞ്ചറസ് സിറ്റുവേഷൻസിൽ കൊണ്ട് അവർക്ക് നമ്മൾ ഇടാൻ പറ്റും. പിന്നെ അവിടുത്തെ മൈഗ്രന്റ് ലേബേഴ്സിന്റെ കാര്യമൊക്കെ പറയണം. സ്വാഭാവികമായിട്ട് അവർക്ക് ഈ പറഞ്ഞ എംപ്ലോയേഴ്സിന് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ കുറച്ചുകൂടെ നല്ലത് അതുകൊണ്ട് അവരെ ആയിരിക്കും. അതുകൊണ്ട് അവരെ ഉറപ്പായിട്ട് അത് ഒപ്പോസ് ചെയ്യും. അപ്പൊ അതുപോട്ടെ, എന്തായാലും ഈ ഒരു നിയമം തീർച്ചയായിട്ടും ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എഗെയിൻസ്റ്റ് ആണ്. അതാണ് ഒന്നാമത്തെ കാര്യം. ഇതൊരിക്കലും കോടതിയിൽ നിലനിൽക്കാൻ പോകുന്നില്ല. കാരണം ഇതുപോലെ നിയമം ഹരിയാനയിൽ ഉണ്ടാക്കിയിട്ട് ഹരിയാന അത് ആന്റി കോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് വിധിച്ചു. സെയിം നിയമം ഹരിയാനയിൽ ഉണ്ടാക്കി. ഹരിയാനയിലെ BJP ഗവൺമെന്റ് അത് തള്ളിപ്പോയി. കാര്യം എന്താണ്? ഒന്നാമത്തെ കാര്യം ആർട്ടിക്കിൾ 14 അഗെയിൻസ്റ്റ് ആണ്, ഇക്വാലിറ്റി അതിന് അഗെയിൻസ്റ്റ് ആണ്. ഇന്ത്യയിലെ എല്ലാ സിറ്റിസൺസും കോൺസ്റ്റിറ്റ്യൂഷന്റെ മുന്നിൽ ഏത് കാര്യത്തിലും ഈക്വൽ ആണ്. അതുപോലെ ഈ ജോബ് ഒക്കെ കണ്ടെത്താനും ആർട്ടിക്കിൾ 14 15 ഒക്കെ പറയുന്ന ഈ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിലും എല്ലാം ഈക്വാലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതിനെല്ലാം എഗെയിൻസ്റ്റ് ആണ് ഈ പറഞ്ഞ നിയമങ്ങൾ.
രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഫണ്ടമെന്റൽ ഫ്രീഡംസ്. ആർട്ടിക്കിൾ 19 പറഞ്ഞിട്ടുള്ള ഫണ്ടമെന്റൽ ഫ്രീഡംസ് ഉണ്ടല്ലോ, അതിൽ ഒരു ഫ്രീഡം എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ പോയി ഇഷ്ടമുള്ള ജോലി ചെയ്യാനുള്ള അവകാശമുണ്ട്. മുമ്പ് അത് ജമ്മു ആൻഡ് കാശ്മീരിൽ ഇല്ലായിരുന്നു. ഇപ്പം ജമ്മു ആൻഡ് കാശ്മീരിൽ ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞപ്പോൾ അവിടെയും നമുക്കത് കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് എവിടെയും പോയി മൈഗ്രേറ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള പ്രൊഫഷൻ സ്വീകരിക്കാനും ഇഷ്ടമുള്ള ജോലി ചെയ്യാനുള്ള അവകാശത്തിന് അത് ഹനിക്കുന്നുണ്ട്. മനസ്സിലായി. പിന്നെ ഇഷ്ടമുള്ള ബിസിനസ് ചെയ്യാൻ ക്യാരി ഔട്ട് ചെയ്യാനുള്ള അവകാശവും ഈ ആർട്ടിക്കിൾ 19 നമ്മുടെ ഫണ്ടമെന്റൽ ഫ്രീഡംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതിനകത്ത് ഞാനിപ്പോ ഒരു ബിസിനസ് ഞാൻ ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ള എംപ്ലോയീസിന് വെക്കാമല്ലോ. അപ്പൊ അതിനെയൊക്കെ ഹനിക്കുന്ന ഒരു ആന്റി കോൺസ്റ്റിറ്റ്യൂഷണൽ സംഭവമാണ്. ഇനിയിപ്പോ ഇത് നിയമത്തിന്റെ ഇപ്പൊ സുപ്രീം കോടതി ഒരു കാരണവശാലും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല, ഹൈക്കോടതി അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. ഇനി അക്സെപ്റ്റ് ചെയ്തെന്ന് കരുതിക്കോ. അങ്ങനെയാണെങ്കിലും ഈ സ്റ്റേറ്റുകളിലെ എംപ്ലോയ്മെന്റ് സിനാരിയോയിൽ ഇത് ഉണ്ടാക്കാൻ പോകുന്ന ഇംപ്ലിക്കേഷൻസിനെ കുറിച്ചാണ്. കേരളത്തിൽ ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാനേ പറ്റുള്ളൂ എന്ന് കേരള ബേസ്ഡ് ആയിട്ടുള്ള ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. അത് കേരള ബേസ്ഡ് ആയിട്ടുള്ള ആർട്ടിക്കിളിലൊന്നും പറയണ്ട, അല്ലാതെ നമുക്കറിയാം നമ്മളെ പല ഇൻഡസ്ട്രീസും റൺ ചെയ്ത് പോകുന്നത് തന്നെ മൈഗ്രൻസിനെ കൊണ്ടാണ്. നമ്മള് അല്ല മൈഗ്രൻസിനെ, സത്യത്തിൽ മൈഗ്രൻസ് അല്ല നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, നമ്മളാണ് മൈഗ്രൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അവസ്ഥയാണ് കേരളത്തിന്റെ കേസിൽ. ഇപ്പൊ കൺസ്ട്രക്ഷൻ സെക്ടർ എടുക്കുകയാണെങ്കിലും, പ്ലൈവുഡ് ഇൻഡസ്ട്രി സെക്ടർ എടുക്കുകയാണെങ്കിലും, ഹോസ്പിറ്റാലിറ്റി അതായത് നമ്മളെ ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ് അങ്ങനെയൊക്കെയുള്ള ഹോസ്പിറ്റാലിറ്റി സെക്ടർ എടുക്കുകയാണെങ്കിലും എവിടെ എടുത്താലും 80 to 85% എംപ്ലോയീസ് ഇൻ കേരള ഈ പറഞ്ഞ സെക്ടേഴ്സിലെല്ലാം ആരാണ്? മൈഗ്രൻസ് ആണ്. അവരൊരു ദിവസം പണി നടത്തിയാൽ നമ്മൾ ഇവിടെ ഇതെല്ലാം മുടങ്ങും. അതുകൊണ്ട് കേരളത്തിനൊരു കാരണവശാലും അങ്ങനെ ഒരു നിയമത്തിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. ബാക്കി ഈ നിയമം കർണാടകത്തിലേക്ക് കൊണ്ടുവന്ന നിയമം തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ തെലുങ്കാനയിലോ ഒക്കെ കൊണ്ടുവന്നാൽ അവിടുത്തെ എന്തൊക്കെയാണ് അവിടെ ഉണ്ടാവുന്ന ഇംപ്ലിക്കേഷൻസ്, അതൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പൊ എന്തായാലും മൈഗ്രൻസിന്റെ പ്രോബ്ലംസിനെ കുറിച്ച് നമ്മളൊന്ന് സ്റ്റഡി ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ഏതെങ്കിലും 1-2 സ്റ്റേറ്റുകളിലെ ഈ പ്രോബ്ലംസിനെ കുറിച്ച് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അതിനപ്പുറം അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്ത് അങ്ങനെ ഡീറ്റെയിൽഡ് ഇൻഡെപ്തിലേക്ക് നിങ്ങൾ പോകേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഇത്ര ഇതിനെ കുറിച്ച് പറയുന്നുള്ളൂ. അപ്പം എഡിറ്റോറിയൽ പേജിൽ, ഓപ്പോസിറ്റ് എഡിറ്റോറിയൽ പേജിലൊക്കെ ഇന്ന് അതിനെ കുറിച്ചാണ്. ഇനി നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പം ഹസീനാസ് എക്സിറ്റ് ആൻഡ് ഇന്ത്യാസ് അവർ ഓഫ് റെക്കണിംഗ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ. അതാ ഞാൻ പറഞ്ഞു, ഇന്നത്തെ ഹിന്ദുവിലെ ആർട്ടിക്കിൾസ് എല്ലാം പൊതുവെ ഈസിയാണ് എന്ന് ഞാൻ പറയാൻ കാര്യം. ഈ സംഭവം തന്നെ പലതവണ ഞാൻ പറഞ്ഞു കഴിഞ്ഞാണ് ഷെയ്ഖ് ഹസീന എന്തുകൊണ്ട് അവിടെ നിന്ന് എക്സിറ്റ് ആവേണ്ടി വന്നെന്നും ഇന്ത്യ അവിടെ ഫേസ് ചെയ്യാൻ പോണ പ്രോബ്ലംസിനെ കുറിച്ചൊക്കെ. ഇതിനെക്കുറിച്ച് ബിജു നായർ ഫാക്ട് ചെക്സ് എന്ന് പറയുന്ന എന്റെ 2ാമത്തെ ചാനലിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടിട്ടുമുണ്ട്. മലയാളിയൊക്കെ എന്ത് ബംഗ്ലാദേശിക്കാരെന്ന് പറഞ്ഞു നമ്മൾ മലയാളികൾ ഈ ഹസീന ഔട്ട്സ്റ്ററിൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയൊക്കെ ചെയ്തപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ പ്രൊവൈഡ് ചെയ്യാൻ മറന്നപ്പോൾ ഇവിടെ നമ്മളെ വ്യൂവേഴ്സ് തന്നെ ആരൊക്കെയോ അതിന്റെ ലിങ്ക് ഒക്കെ എടുത്തിട്ട്, അപ്പൊ എന്തായാലും അതിലെല്ലാം ഞാൻ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അതല്ലാതെ തന്നെ ഹിന്ദുവിന്റെ ആർട്ടിക്കിൾസിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇതിലിപ്പോ ഫർദർ ആയിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല. എന്നാലും ഞാൻ ചുമ്മാ ഒന്ന് വായിച്ചു നോക്കി, ഞാൻ പുതുതായിട്ട് എന്തെങ്കിലും പറയാതിലുണ്ടോന്ന്. ഒന്നുമില്ല. എങ്ങനെ ഷെയ്ഖ് ഹസീന പുറത്തായെന്നുള്ള കാര്യം അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഷെയ്ഖ് ഹസീന പുറത്താവാനുള്ള കാര്യം വേറെ ഒന്നുമല്ല, അവിടെ സ്റ്റുഡൻസിന്റെ പ്രൊട്ടസ്റ്റ് ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തതിന്റെ കാരണം എന്ന് വെച്ചാൽ കോട്ട സിസ്റ്റത്തിലേക്ക് സ്റ്റാർട്ട് ആയിരുന്നു. കോട്ട അവിടെ 50% കോട്ടയുള്ളതിൽ 30% അവിടുത്തെ ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ മക്കൾക്കും ചെറുമക്കൾക്കും വേണ്ടിയിട്ട് മാറ്റി വെച്ചിരുന്നു. ഈ ഫ്രീഡം ഫൈറ്റേഴ്സ് എന്ന് പറയുന്നത് ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിക്കാരാണ്, അവാമി ലീഗുകാർ. അപ്പൊ അവരുടെ പാർട്ടിക്കാർക്കായിരുന്നു ഈ 30% റിസർവേഷൻ കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പൊ അത് ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ടായപ്പോ 2018 ഇലക്ഷൻ ടൈമിൽ അത് ഷെയ്ഖ് ഹസീന തന്നെ എടുത്തു കളഞ്ഞതാ. പക്ഷെ ഇപ്പോ ഈ ജൂൺ 5 2024 ജൂൺ 5 അവിടുത്തെ സുപ്രീം കോടതി അത് വീണ്ടും റീസ്റ്റോർ ചെയ്തു. അതിന് അഗേൻസ്റ്റ് ആയിട്ടാണ് ഈ സ്ട്രൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അത് ഷെയ്ഖ് ഹസീന കൈകാര്യം ചെയ്ത രീതിയിൽ, പക്ഷെ പിന്നീട് അത് ജൂലൈ ഒക്കെ ആയപ്പോഴത്തേക്ക് സുപ്രീം കോടതി തന്നെ റിസർവേഷൻ 30% ഉള്ള 7% കുറച്ചു. അപ്പൊ അപ്പോഴത്തേക്ക് ആ പ്രൊട്ടസ്റ്റ് അവസാനിക്കാവുന്നതായിരുന്നു. പക്ഷെ ആ പ്രൊട്ടസ്റ്റ് അപ്പോഴത്തേക്ക് ഒപ്പോസിഷൻ പാർട്ടീസ് ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞിരുന്നു. ഇതിന്റെ ഇടയിൽ ഒരുപക്ഷെ ആന്റി നാഷണൽ എലമെന്റ്സോ അല്ലെങ്കിൽ ഫോറിൻ ഇൻഫ്ലുവൻസോ ഒക്കെ ഉണ്ടായി കാണാം. എന്തായാലും സ്റ്റുഡൻസിന്റെ അവർ ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞിരുന്നു. പിന്നെ ഷെയ്ഖ് ഹസീന അത് ഹാൻഡിൽ ചെയ്ത രീതി, അവരെ അവാമി ലീഗിന്റെ സ്റ്റുഡന്റ് വിങ്ങിനെ കൊണ്ട് ഈ പറഞ്ഞ പ്രൊട്ടസ്റ്റേഴ്സിനെ അറ്റാക്ക് ചെയ്തു. ഇവരെ എല്ലാം ക്രൂരമായിട്ട് അറസ്റ്റ് ചെയ്ത് പീഡിപ്പിച്ചു. പോലീസ് ഫയറിംഗ് നടത്തി, ഒരുപാട് കുട്ടികൾ കില്ല് ചെയ്യപ്പെട്ടു. അപ്പൊ അതിൽ ഇന്റർനാഷണൽ ഇടപെടലൊക്കെ യുണിസെഫ് ഒക്കെ അതിനെ കണ്ടം ചെയ്തു. യുണിസെഫിനൊക്കെ ഒരു കുഴപ്പമുണ്ട്, ഏഷ്യയിലെ സൗത്ത് ഏഷ്യയിലൊക്കെ പാവപ്പെട്ട ബംഗ്ലാദേശിന്റെ ഒക്കെ ഇങ്ങനെ പ്രശ്നം നടക്കുമ്പോഴത്തേക്ക് അവർ കണ്ടം ചെയ്യും. അതേസമയത്ത് ഗാസയിലും ഒക്കെ കുട്ടികൾ ഒരുപാട് മരിക്കുന്നുണ്ട്, അവിടെ യുണിസെഫിന് ഒരു ഇടപെടലും ഇല്ല. അതുപോട്ടെ, എന്തായാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ എന്തായാലും അവരുടെ കയ്യിൽ ഒരുപാട് പ്രശ്നമുണ്ട്. പിന്നെ അവര് ഈ പ്രൊട്ടസ്റ്റേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ റസാക്കേഴ്സിന്റെ ചിൽഡ്രൻ എന്ന് വിളിച്ചു. റസാക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിലെ ഒരു ഡെറഗേറ്ററി വേർഡാണ്. അത് റസാക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഡെറഗേറ്ററി ഒന്നും അല്ല, യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ തന്നെയാണ്. പണ്ട് ഈ അവാമി ലീഗ് ബംഗ്ലാദേശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്
പാകിസ്ഥാനുമായിട്ട് യുദ്ധം ചെയ്യുന്ന സമയത്ത് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ അതെല്ലാ സമയത്തും ഉണ്ടായിരിക്കുമല്ലോ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായിട്ട് ഇന്ത്യ സമരം ചെയ്യുന്ന സമയത്ത് ഇന്ത്യ അല്ല, ഇവിടെ ഇന്റർനാഷണൽ കോൺഗ്രസ് ഒക്കെ സമരം ചെയ്യുന്ന സമയത്ത് അതിന് തുരങ്കം വെച്ച ആൾക്കാർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെയുള്ള ബംഗ്ലാദേശികളെ വിളിക്കാനാണ് റസാക്കേഴ്സ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരുന്നത്. ആ വാക്കുകൊണ്ട് ഈ പ്രൊട്ടസ്റ്റേഴ്സിനെ അവർ വിശേഷിപ്പിക്കുകയും ചെയ്തപ്പോൾ അത് അവരെ കയ്യിൽ നിന്ന് പോയി. അതൊക്കെയാണ്. അപ്പൊ എന്തായാലും ഇതിൽ ഫൈനലി അവർ പുറത്തായി. മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ററിം ഗവൺമെന്റ് ഇപ്പൊ അധികാരമായിട്ടു. ആ ഇന്ററിം ഗവൺമെന്റ് പെർമനന്റ് അല്ല. ഇനിയിപ്പം ഇലക്ഷൻ 2-3 മാസത്തിനകം നടക്കുക. ഇലക്ഷൻ നടത്തുക എന്നുള്ള ചുമതല മാത്രമേ മുഹമ്മദ് യൂനുസിനുള്ളൂ. അദ്ദേഹം ഒരു പീസിനുള്ള നോബൽ പ്രൈസ് വിന്നർ ആണ്. അതിന്റെ കാരണം അദ്ദേഹം മൈക്രോ ഫിനാൻസിങ്ങിന്റെ ഫാദർ ആണെന്ന് ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിൽ ഇന്ത്യക്ക് പറ്റിയൊരു പരാജയം, ഇന്ത്യയുടെ എല്ലാ ഇൻവെസ്റ്റ്മെന്റും ഷെയ്ഖ് ഹസീനയ്ക്ക് മുകളിൽ നടത്തി അവരെ വിശ്വസിച്ചു, അവരെ മാക്സിമം പിന്താങ്ങി, അവരെ പുറത്താകുന്ന സമയം വരെ അവർ അവസാനം ഇന്ത്യയിലേക്കാണ് പലായനം ചെയ്തത്. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് അതുകൊണ്ട് പറ്റിയ പ്രശ്നം, ഒപ്പോസിഷൻ പാർട്ടീസുമായിട്ട് നമുക്കൊരു കണക്ട് ഇല്ലാതായി പോയി. അപ്പൊ ഇനി അവിടെ വരാൻ പോകുന്ന ഗവൺമെന്റ് ഇന്ത്യയോടുള്ള സമീപനം എന്തായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. കാര്യം എന്താണ്, ഒരു ആന്റി ഇന്ത്യ സ്റ്റാൻഡ് അവരെടുക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇന്ത്യ ഫുള്ളി എപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് അവരുടെ ആർച്ച് റൈവലായിരുന്ന ഷെയ്ഖ് ഹസീനയാണ്. ഇതേ പ്രശ്നം ഇന്ത്യക്ക് മാൽദീവ്സിൽ സംഭവിച്ചിരുന്നു. മാൽദീവ്സിൽ ഇതുപോലെ ഇന്ത്യ അനുകൂല ഗവൺമെന്റിനെ എപ്പോഴും സപ്പോർട്ട് ചെയ്യും, അവിടുത്തെ ഒപ്പോസിഷനായിട്ട് യാതൊരു ലൈൻ ഓഫ് കോണ്ടാക്റ്റും ഇല്ലാതാവുകയും ചെയ്തിരുന്നു. അതാണ് മുഹമ്മദ് മൊയ്സു അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം കുറച്ച് കല്ലുകടിയൊക്കെ ഉണ്ടായത്, ഇന്ത്യ ഔട്ട് ക്യാമ്പയിനിങ് ഒക്കെ അയാൾ സ്റ്റാർട്ട് ചെയ്ത്. ഇപ്പം പക്ഷേ മാൽദീവ്സായിട്ടുള്ള ബന്ധം ഇന്ത്യ നോർമൽസിയിലേക്ക് കൊണ്ടുവന്നു. ഇപ്പൊ നമ്മളുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ കഴിഞ്ഞ ദിവസം മാൽദീവ്സ് വിസിറ്റ് ചെയ്യുകയും മാൽദീവ്സിന്റെ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ഇന്ത്യയുടെ അസിസ്റ്റൻസ് ടു മാൽദീവ്സിനെ ഭയങ്കരമായിട്ട് ഹെയിൽ ചെയ്തുകൊണ്ട് എക്സിൽ അദ്ദേഹം ബ്ലോഗ് ചെയ്യുകയൊക്കെ ചെയ്തായിരുന്നു, അപ്പോൾ പോസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പം അത് ഈ പറഞ്ഞ പോലെ ബംഗ്ലാദേശിന്റെയും മെയിൻ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ഇന്ത്യ എന്നാ വന്നേക്കുന്നുണ്ട്. പുതുതായിട്ട് വരുന്ന ഗവൺമെന്റിന് ഒരു പരിധിക്ക് അപ്പുറം ആന്റി ഇന്ത്യ സ്റ്റാൻഡ് എടുക്കാൻ പറ്റില്ല. ഫസ്റ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ട്, ഫസ്റ്റ് പോസ്റ്റ്. അതിനകത്ത് നല്ല നൈസ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് വരും. ഫസ്റ്റ് പോസ്റ്റ് മാത്രമല്ല, പ്രിന്റ്, വയർ, ഇങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. പ്രിന്റ് എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് പോസ്റ്റ് ആക്ച്വലി കുറച്ച് റൈറ്റിസ്റ്റ് തിങ്കിങ് ആണ്. വയർ ആകുമ്പോ പക്ക ലെഫ്റ്റ് ആയിരിക്കും, ലെഫ്റ്റിസ്റ്റ് വ്യൂ നിങ്ങൾക്ക് കിട്ടും അത് വായിച്ചാൽ. ഫസ്റ്റ് പോസ്റ്റ് വായിച്ചാൽ റൈറ്റിസ്റ്റ് വ്യൂ കിട്ടും. ഇനി പ്രിന്റ് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെൻട്രിസ്റ്റിക് വ്യൂവും കിട്ടും. ഇവര് ഗവൺമെന്റിനെ വലുതായിട്ട് സപ്പോർട്ട് ചെയ്യത്തില്ല, ഒപ്പോസ് ചെയ്യത്തുമില്ല. ഇവര് പക്ക ആന്റി ഗവൺമെന്റ് ആയിരിക്കും. ഇവര് അത്യാവശ്യം ഗവൺമെന്റിന്റെ പെർസ്പെക്റ്റീവിൽ കൂടെ ആയിരിക്കും കാര്യങ്ങളൊക്കെ ചെയ്ത്. ഈ മൂന്നും വായിക്കുന്നത് നല്ലതായിരിക്കും, ഓൺലൈനിലുണ്ട്. അപ്പം അത് സബ്സ്ക്രിപ്ഷൻ ഒക്കെ എടുത്താലേ ഫുൾ വായിക്കാൻ പറ്റും. പക്ഷെ അതല്ലാതെ കുറെ ആർട്ടിക്കിൾസ് ഗൂഗിൾ ന്യൂസിലേക്ക് കിട്ടും. അപ്പൊ ഫസ്റ്റ് പോസ്റ്റിന്റെ ഒക്കെ ആർട്ടിക്കിൾ വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച്. സൗത്ത് ഏഷ്യയിലെ കുറെ രാജ്യങ്ങളിലെ പ്രശ്നമുണ്ട്. മ്യാൻമറിൽ, സൗത്ത് ഏഷ്യയിലല്ല മ്യാൻമർ ആക്ച്വലി സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലാണ്, എന്നാലും സൗത്ത് ഏഷ്യയിലോട്ടൊക്കെ കിടക്കുന്ന മ്യാൻമർ, അതുപോലെ ബംഗ്ലാദേശ്, അതുപോലെ ശ്രീലങ്കയിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, അത് സോൾവ് ആയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഈ മാൽദീവ്സുമായിട്ട് ഇന്ത്യക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നു. പക്ഷേ ഈ രാജ്യങ്ങൾക്കെല്ലാം അൾട്ടിമേറ്റ്ലി ഇന്ത്യ ഇപ്പൊ പുറന്തള്ളാൻ പറ്റൂല. പണ്ടത്തെ പോലെ അല്ല കാര്യം, പണ്ട് പറ്റുമായിരുന്നു. ഇപ്പൊ എന്ന് വെച്ചാൽ ഈ രാജ്യങ്ങളിലെല്ലാത്തിലും, ഈ മ്യാൻമർ ഒഴിച്ച് ബാക്കി എല്ലാ രാജ്യങ്ങളിലും ഹെവി ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിലുണ്ട്. അതുകൊണ്ട് അവർ ഇന്ത്യയെ കൂടെ ഡിപ്പെൻഡ് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റും. അതാണ് മാൽദീവ്സിൽ ഇപ്പം ഒരു റീതിങ്കിങ് ഉണ്ടായതും ഇന്ത്യയായിട്ടുള്ള റിലേഷൻഷിപ്പ് അവർ റീകാലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ബംഗ്ലാദേശിൽ അങ്ങനെ തന്നെ സംഭവിക്കുന്നൊക്കെയാണ് ഫസ്റ്റ് പോസ്റ്റിൽ എഴുതിയേക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യ അങ്ങനെ ടു മച്ച് ഓഫ് തിങ്കിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല എന്നും പറയുന്നുണ്ട്. എന്തായാലും ഇനി അടുത്ത പേജിലേക്ക് പോകാം. അടുത്ത പേജ് നമുക്ക് വേണ്ട. അതിനടുത്ത പേജിൽ പോകുമ്പോൾ ആ പേജിൽ സത്യത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. കുറെയൊക്കെ വെസ്റ്റ് ബംഗാളിലെ ആ ഡോക്ടറിന്റെ പ്രശ്നം നമുക്ക് എല്ലാവർക്കും അറിയാം. റേപ്പ് ചെയ്ത് കില്ല് ചെയ്തെന്ന് മാത്രമല്ല, അതിക്രൂരമായിട്ടാണ്. അപ്പൊ അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്തതാണ്. അതിനെക്കുറിച്ചുള്ള ഒരു മമതാ ബാനർജി പ്രൊട്ടസ്റ്റ് ആയിട്ട് ഇപ്പം വെസ്റ്റ് ബംഗാളിലെല്ലാം ഉണ്ടാവുന്നു. ഇന്ത്യ മുഴുവനും ഈ പറഞ്ഞ ഡോക്ടേഴ്സ് സമരം ചെയ്യുന്നു. ഇന്ത്യയിലെ മനസാക്ഷി മൊത്തം അതിനനുകൂലമായിട്ട് ഉണരുന്നു. ഏതിനനുകൂലമായിട്ട്? ഈ പറഞ്ഞ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട്. പക്ഷെ അങ്ങനെ മനസാക്ഷി ഉണർന്നുകൊണ്ട് മാത്രം കാര്യമില്ല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാവരും അതിനെ ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യും, ഭയങ്കര വിജിലന്റ് ആവും, പിന്നെ അത് വീണ്ടും പഴയതുപോലെ ആവും. അപ്പം എന്തായാലും വല്ലാത്തൊരവസ്ഥയാണ്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ആർട്ടിക്കിൾസ് 1-2 ഇവിടെ കാണാം. അത് നമുക്കിപ്പം അതിൽ വേറെ ഒന്നും ഡിസ്കസ് ചെയ്യില്ലല്ലോ. പിന്നെ പക്ഷെ ഇതിൽ ഒരു കാര്യം നമുക്ക് പറയാനുള്ളത്, കോസ്റ്റ് ഗാർഡ്, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് കോസ്റ്റൽ ഏരിയ ഉള്ള രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയുടെ കോസ്റ്റൽ ഏരിയയുടെ പ്രൊട്ടക്ഷൻ മെയിൻലി കോസ്റ്റുകളുടെ പ്രൊട്ടക്ഷൻ മെയിൻലി കോസ്റ്റ് ഗാർഡിന്റെ കയ്യിലാണ്. കോസ്റ്റ് ഗാർഡിന്റെ ഡയറക്ടർ ജനറൽ, കോസ്റ്റ് ഗാർഡിന്റെ ഹെഡ് ഇന്നലെ പെട്ടെന്നൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി, കാർഡിയാക് അറസ്റ്റ് ഉണ്ടായി മരിച്ചു. അദ്ദേഹത്തിന്റെ പേര് രാകേഷ് പാൽ എന്നാണെന്ന് അറിഞ്ഞു വെച്ചേക്കണം. അദ്ദേഹത്തിന് 59 വയസ്സായതേ ഉള്ളായിരുന്നു. കാർഡിയാക് അറസ്റ്റ് വന്ന് അദ്ദേഹം മരിച്ചു. രാകേഷ് പാൽ അറിഞ്ഞിരിക്കുക, അതവിടെ അറിയേണ്ട ഒരു കാര്യമാണ്. പിന്നെ താഴോട്ട് വരുമ്പം
മിത്രശക്തി എന്താണെന്ന് അറിഞ്ഞിരിക്കുക. മിത്രശക്തി എന്നുള്ള കോഡ് നെയിമിൽ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഇന്ത്യയും ശ്രീലങ്കയും ചേർന്ന് നടത്തുന്ന നേവൽ എക്സർസൈസ് ആണ്. ഇന്ത്യയും ശ്രീലങ്കയും ചേർന്ന് നടത്തുന്ന മിലിറ്ററി എക്സർസൈസ് ആണ്. മിലിറ്ററി എക്സർസൈസ് ആണ് മിത്രശക്തി. മിത്രശക്തി, ഇന്ത്യ ശ്രീലങ്ക മിലിറ്ററി എക്സർസൈസ് ആണ് മിത്രശക്തി, അറിഞ്ഞിരിക്കുക. പിന്നെ നേപ്പാളിന്റെ ഫോറിൻ മിനിസ്റ്റർ 5 ഡേ ഇന്ത്യ വിസിറ്റിന് വന്നേക്കുന്നു, അതൊന്നും വേണ്ട. പിന്നെ നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ ഫുൾ പൊളിറ്റിക്കൽ ന്യൂസ് ആണ്. ഹരിയാനയിൽ നടക്കാൻ പോണ ഇലക്ഷനെ കുറിച്ച് രാഹുൽ ഗാന്ധിയുടെ ചില പ്രസ്താവനകള്, അതൊക്കെയാണ്. ഒന്നുമില്ല നമുക്ക് ഡിസ്കസ് ചെയ്യാൻ. അതിനടുത്ത പേജിൽ പോകുമ്പോ 1-2 കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇന്ത്യൻ റെയിൽവേ the Indian Railways will develop a master clock system for synchronizing time with the applications and system across its network. Across റെയിൽവേയുടെ നെറ്റ്വർക്കിന്റെ അതിന്റെ ആപ്ലിക്കേഷൻസിലും ഫുൾ സിസ്റ്റംസിലും എല്ലാം പക്കായിട്ട് ഒരു സിങ്ക്രണൈസ്ഡ് ആയിട്ടുള്ള ടൈം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരൊരു മാസ്റ്റർ ക്ലോക്ക് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ പോകണം. അത് റെയിൽവേയുടെ മൊത്തം പിന്നെ റിയൽ ടൈം വർക്കിങ്ങിനും പിന്നീട് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അത് അവർ റെയിൽവേയുടെ ട്രെയിൻസിന്റെ റണ്ണിങ്ങിന് മാത്രമല്ല, അതിന് വേണ്ടിയിട്ട് അവര് അതിന്റെ ഒരു പ്രോട്ടോടൈപ്പ് ഒക്ടോബർ 2 ഗാന്ധി ജയന്തിക്ക്, ഈ വർഷത്തെ ഗാന്ധി ജയന്തിക്ക് അവരുടെ പുതിയതായിട്ട് ഉണ്ടാക്കാൻ പോണ മാസ്റ്റർ ക്ലോക്ക് സിസ്റ്റത്തിന്റെ പ്രോട്ടോടൈപ്പ് അവർ ഇറക്കുമെന്നാണ് പറയുന്നത്. നാവിക് ആണ് മെയിൻലി അതിന്റെ ബാക്കിൽ പ്രവർത്തിക്കാൻ പോണ. നാവിക് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. മെയിൻലി നാവിക് ആയിരിക്കും എന്നാ പറയുന്നത്. നാവിക് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ISRO ഡെവലപ്പ് ചെയ്ത ഇന്ത്യയുടെ നാവിഗേഷൻ സിസ്റ്റം ആണ് നാവിക്. ഇന്ത്യയുടെ ISRO ഡെവലപ്പ് ചെയ്ത നാവിഗേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അറിയാലോ. നാവിഗേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആദ്യം ഓർമ്മ വരുന്നത് GPS ആണ്, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ബട്ട് ഇറ്റ് ബിലോങ്സ് ടു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. This is the most popular navigation system in the world, but it belongs to USA. That's why India developed our own navigation system. That is NAVIC. NAVIC is actually an abbreviation, and its full form is Navigation with Indian Constellation. Navigation with Indian Constellation. That is the expansion of NAVIC. And Galileo is another navigation system that was developed by European Union. Then GLONASS is another navigation system. GLONASS ആണെന്ന് തോന്നുന്നു. റഷ്യയുടെ നാവിഗേഷൻ സിസ്റ്റം ആണ്. ബൈദു is another navigation system that was developed by China. ചൈനയുടെ നാവിഗേഷൻ സിസ്റ്റം ബൈദു. GLONASS എന്ന് പറയുന്നത് റഷ്യയുടെ നാവിഗേഷൻ സിസ്റ്റം. ഗലീലിയോ യൂറോപ്യൻ യൂണിയന്റെ നാവിഗേഷൻ സിസ്റ്റം. നാവിക് ഇന്ത്യയുടെ നാവിഗേഷൻ സിസ്റ്റം. GPS US നാവിഗേഷൻ സിസ്റ്റം. ഓക്കെ, അപ്പൊ എന്തായാലും റെയിൽവേ അവരുടെ തന്നെ ഒരു മാസ്റ്റർ ക്ലോക്ക് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ പോയാണ്. നാവിക് ആയിരിക്കും എന്റെ മെയിൻ ആയിട്ടുള്ള ഇൻപുട്ട് ഒക്കെ കൊടുക്കാൻ പോണ. ആ മാസ്റ്റർ ക്ലോക്ക് സിസ്റ്റം അതിന്റെ മെയിൻ ഇൻപുട്ട് പ്രൊവൈഡർ ഒന്നുകിൽ നാവിക് അല്ലെങ്കിൽ നാഷണൽ ഫിസിക്കൽ ലബോറട്ടറീസ് ആയിരിക്കും എന്നാ പറയുന്നത്. അപ്പൊ എന്തായാലും അതൊന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ എംപോക്സ്, മങ്കി പോക്സ് സിറ്റുവേഷനെ കുറിച്ച് ഇപ്പൊ എല്ലാ ദിവസവും പത്രത്തിൽ ന്യൂസ് വരുന്നുണ്ട്. ഏഷ്യയില് പാകിസ്ഥാനിൽ എംപോക്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നു. അതിനെക്കുറിച്ച് നമ്മളൊരു ഹിന്ദുവിൽ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. ആഫ്രിക്കയിലെ DR കോങ്കോയിൽ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലാണ് പുതിയ ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടായിരിക്കുന്നത്. വാക്സിനൊക്കെ ഉണ്ട്. 2022 യൂറോപ്പിലും ഇതുണ്ടായിട്ടുണ്ട്. പിന്നെ ജയശങ്കർ, ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ, കുവൈറ്റ് വിസിറ്റ് ചെയ്തതിനെ കുറിച്ചുള്ള ഒരു ന്യൂസ് ഉണ്ട്. കുവൈറ്റിന്റെ പ്രൈം മിനിസ്റ്ററിന്റെ പേരും കുവൈറ്റ് GCCയിലെ ഒരു രാജ്യമാണല്ലോ. GCC എന്താണ്? ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിൽ. GCC എന്താണ്? ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിൽ. ഗൾഫ് മേഖല എന്നറിയപ്പെടുന്ന ഗൾഫ് മേഖല എന്നറിയപ്പെടുന്ന ജിയോഗ്രഫിക്കൽ റീജിയൻ ഉണ്ടല്ലോ. ആ ജിയോഗ്രഫിക്കൽ റീജിയനിൽ ഉള്ള രാജ്യങ്ങളാണ് GCCയിലുള്ളത്. UAE, സൗദി, കുവൈറ്റ്, ഖത്തർ, ഒമാൻ, ബഹ്റിൻ ഒക്കെ അതിൻ്റെ അകത്തുള്ളതാണ് GCCയിൽ. അപ്പൊ GCC ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിൽ അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സൗദി അറേബ്യയിലെ റിയാദോ ജിദ്ദയാണ്. എന്റെ ഓർമ്മ റിയാദാണെന്നാണ് GCCയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. അതല്ലെങ്കിൽ ജിദ്ദ ആയിരിക്കും. എന്തായാലും നോക്കിക്കൊള്ളണം. എന്റെ ഓർമ്മ റിയാദാണ്, സൗദി അറേബ്യയുടെ റിയാദ്. അപ്പൊ കുവൈറ്റിലേക്ക് അദ്ദേഹം വിസിറ്റ് നടത്തി. കുവൈറ്റിന്റെ പ്രൈം മിനിസ്റ്റർ ഷെയ്ഖ് ഹമദ് അബ്ദുള്ള അൽ അഹമ്മദ് അൽ ജാബർ അൽ സബ ആണ്. പഠിക്കാൻ പറ്റി പഠിച്ചോ. ക്രൗൺ പ്രിൻസ് ഷെയ്ഖ് സബ അൽ ഖാലിദ് അൽ സബ ആണ്. ഇവരെയൊക്കെ അദ്ദേഹം കണ്ടു. അവിടെ കിങ് ആണ് അവിടെ ഭരിക്കുന്നത്. അപ്പൊ ക്രൗൺ പ്രിൻസ് പേരൊക്കെ അവിടെ കാണാം. പിന്നെ FSSAI
അതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. FSSAI എന്ന് പറഞ്ഞാൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. FSSAI ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. അവരാണ് ഇന്ത്യയുടെ ഫുഡ് സേഫ്റ്റി റെഗുലേറ്റർ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ മിക്കവാറും എല്ലാ സെക്ടറിലും റെഗുലേറ്ററി സംവിധാനമുണ്ട്. അപ്പൊ FSSAI ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇസ് ദ റെഗുലേറ്ററി ബോഡി ഇൻ ദ ഫീൽഡ് ഓഫ് ഫുഡ്. അപ്പം അവര് ഫുഡിലെ മൈക്രോ പ്ലാസ്റ്റിക് കണ്ടാമിനേഷനെ കണ്ടെത്താനുള്ള സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ പോവാണ്. അതിനെ കുറിച്ചാണ് ന്യൂസ്. വേറെ ഒന്നും അവിടെ പറയാനില്ല. അതിനടുത്ത പേജ് മണി വൈസ് ആണ്. ഹിന്ദുവിൽ സൺഡേ മാർക്കറ്റ് ക്ലോസ്ഡ് ആയിട്ട് മൺഡേയിൽ ബിസിനസ് പേജ് കാണത്തില്ല. അതിന് പകരം വരുന്ന പേജാണ് മണി വൈസ്. അത് വേണ്ട നമുക്ക്. അതിനടുത്ത പേജ് പോകുമ്പോൾ വേൾഡ് പേജിൽ എല്ലാ ദിവസത്തെയും പോലെ ഗാസയിൽ നടക്കുന്ന അറ്റാക്സ്, യുക്രൈൻ റഷ്യ വാർ, അതൊക്കെ തന്നെയാണ് ഉള്ളത്. പിന്നെ താഴോട്ട് വരുമ്പോ ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യമാണല്ലോ. പിന്നീട് തായ്ലൻഡില് ഷിനവത്ര തച്കിൻ ഷിനവത്ര ക്ലാനിലെ പുതിയ ആള്, അവരുടെ ഫാമിലി എന്നുള്ള പുതിയ ആള്, അതായത് തച്കിൻ ഷിനവത്രയുടെ മകള് പെറ്റോൺ ഗ്രാൻ ഷിനവത്ര അവിടുത്തെ പുതിയ പ്രൈം മിനിസ്റ്ററായിട്ട് അധികാരമായിട്ട്, അതിനെ കുറിച്ചുള്ള ന്യൂസ് കാണാം. പിന്നെ ബംഗ്ലാദേശ് ഗവൺമെന്റിന്റെ ചീഫ് അഡ്വൈസറായ മുഹമ്മദ് യൂനിസ് അതിന്റെ ചില സ്റ്റേറ്റ്മെന്റുകളൊക്കെ കാണാം. പിന്നെ സ്പോർട്സ് പേജിൽ അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന് സ്പോർട്സ് പേജിൽ ഒന്നും പറയാനില്ല. യൂറോപ്പിലെ ഫുട്ബോൾ ലീഗുകളെ കുറിച്ചുണ്ട്. യൂറോപ്പിലെ ഫുട്ബോൾ ലീഗുകൾ ഏതൊക്കെയാണെന്ന് അറിയാമല്ലോ. ഇംഗ്ലണ്ടിലെ ഫുട്ബോൾ ലീഗ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്, EPL എന്ന് പറയും. ഇറ്റലിയിലെ ഫുട്ബോൾ ലീഗ് സീരി എ ആണ്. SERIE സീരി എ ഇറ്റലിയിലെ ഫുട്ബോൾ ലീഗ്. സ്പെയിനിലെ ഫുട്ബോൾ ലീഗ് ലാ ലിഗ. ഇതിന് ഇത്രയും കുറിച്ച് ഇന്നത്തെ ഹിന്ദുവിലെ സ്പോർട്സ് പേജിലുണ്ട്. പ്രീമിയർ ലീഗ് ഇംഗ്ലണ്ടിലെ, സീരി എ ഇറ്റലിയിലെ, ലാ ലിഗ സ്പാനിഷ്. പിന്നെ വേറെ ഒന്നും വലിയ ന്യൂസുകളൊന്നും അവിടെ പറയാനില്ല. ഓക്കെ. പിന്നെ ഹിന്ദുവിന്റെ ഫ്രണ്ട് പേജില് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ സുവോമോട്ടു cognizance of rape. SC takes Suomoto cognizance of rape and murder of doctor. Suomoto എന്ന് പറയുന്നത് എന്താണ്? ആരും പോയി കേസ് ഒന്നും കൊടുക്കാതെ തന്നെ സുപ്രീം കോടതിക്ക് സ്വയം കേസ് എടുക്കാൻ പറ്റും. അതിനാണ് സുവോമോട്ടോ. സുപ്രീം കോടതിക്ക് ഹൈക്കോടതിക്കോ പറ്റും. അപ്പൊ അവര് അതിനെ കുറിച്ചുള്ളൊരു ന്യൂസ് കാണാം. പിന്നെ ഇവിടെ ഇതൊക്കെ പൊളിറ്റിക്കൽ ന്യൂസ് ആണ്, നമുക്ക് ആവശ്യമില്ല. താഴോട്ട് വരുമ്പോൾ നമുക്കൊരു ന്യൂസ് ഉണ്ട്. മലേഷ്യൻ PM arriving today, trade people to people links on agenda. Malaysia is a very important country for India because Malaysia is an ASEAN country. ASEAN നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, Association of Southeast Asian Nations. ASEAN, Association of Southeast Asian Nations. Headquarters Jakarta is in Indonesia, and ASEAN is a 10-member organization. Singapore, Thailand, Philippines, Malaysia, Cambodia, Vietnam, Laos, Myanmar are these 10 countries in ASEAN. And Malaysia is a very important partner of India in commerce, technology, defense, അതിലെല്ലാം. അപ്പം മലേഷ്യയായിട്ട് ഇന്ത്യക്ക് ആകെ ഒരു പ്രശ്നമേ ഉള്ളൂ. ഇന്ത്യയിൽ നിന്ന് ഒരു കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു പ്രീച്ചർ ഉണ്ടായിരുന്നു, ഇസ്ലാമിക് പ്രീച്ചർ, സക്കീർ നായിക് എന്നാണ് അയാളുടെ പേര്. പുള്ളി ഇന്ത്യയിൽ കുറെ സ്പീച്ചസ് ഒക്കെ നടത്തിയിട്ട് ഹേറ്റ് സ്പീച്ചസ് ഒക്കെ ആണെന്നാ പറഞ്ഞത്. പുള്ളി മലേഷ്യയിലേക്ക് കടന്നു. 2016 മലേഷ്യ സിറ്റിസൺഷിപ്പ് കൊടുത്ത പുള്ളിക്ക്. അന്ന് അൻവർ ഇബ്രാഹിം അല്ല മലേഷ്യയുടെ പ്രൈം മിനിസ്റ്ററിന്റെ പേരോട് ചോദിച്ചേക്ക് അൻവർ ഇബ്രാഹിം. അന്ന് മഹാതിർ മുഹമ്മദ് ആയിരുന്നു മലേഷ്യയുടെ പ്രൈം മിനിസ്റ്റർ, അൻവർ ഇബ്രാഹിം അല്ലായിരുന്നു. അപ്പൊ ഇന്ത്യ പുള്ളിയെ എക്സ്ട്രഡിഷൻ ചെയ്യണമെന്ന് പറഞ്ഞു ഇന്ത്യയിലേക്ക്. എക്സ്ട്രഡിഷൻ എന്ന് പറയുന്നതാണ് കുറ്റവാളികളെ കൈമാറ്റം ചെയ്യുന്ന എക്സ്ട്രഡിഷൻ എന്ന് പറയുന്നത്. പക്ഷേ മലേഷ്യൻ പ്രൈം മിനിസ്റ്റർ ഓഫ് ദാറ്റ് ടൈം മഹാതിർ മുഹമ്മദ് വാസ് നോട്ട് റെഡി ടു അക്സെപ്റ്റ് ഇന്ത്യസ് റിക്വസ്റ്റ് ആൻഡ് ഹി ഗേവ് citizenship to Zakir Naik, the controversial Islamic preacher from India. Now he is staying there safely. അപ്പം അൻവർ ഇബ്രാഹിമിനോട് ആ മാറ്റർ ഇന്ത്യ ടേക്കപ്പ് ചെയ്യുമെന്ന് അറിഞ്ഞുകൂടാ. അതാണ് ഇന്ത്യക്ക് അവർക്ക് ഇടയിലുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ CAA കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. CAA സിറ്റിസൺഷിപ്പ്. മലേഷ്യയുടെ ക്യാപിറ്റൽ ഏതാണ്? കോലാലംപൂർ അല്ലെ? മലേഷ്യയുടെ ക്യാപിറ്റൽ കോലാലംപൂർ ആണ്. മലേഷ്യയുടെ കറൻസി റിംഗിറ്റ് ആണ്. ഞാൻ മലേഷ്യ വിസിറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് നാൾ മുമ്പ്. മലേഷ്യയുടെ കറൻസി റിംഗിറ്റ് ആണ്. ഈ ആസിയൻ രാജ്യങ്ങൾ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന രാജ്യങ്ങളാണ്. മലേഷ്യ, സിംഗപ്പൂർ, തായ്ലൻഡ്, ഇതൊക്കെ എനിക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനിയും വേറെ ആസിയൻ രാജ്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാൻ ഒരു പ്ലാനും എനിക്കുണ്ട്. അത്യാവശ്യം കോസ്റ്റ് ഇഫക്റ്റീവ് ആണ്. നമുക്ക് അത്യാവശ്യം നല്ല ടൂറിസം പൊട്ടൻഷ്യൽ ഉള്ള രാജ്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. CAA സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട്, അത് നിങ്ങൾക്ക് അറിയാം, ഞാൻ പറഞ്ഞിട്ട് ആവശ്യമില്ല.
ബംഗ്ലാദേശിൽ നിന്ന്, അഫ്ഗാനിസ്ഥാനിൽ നിന്ന്, പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന 2014 വരെ ഇന്ത്യയിലേക്ക് വന്ന മൈനോറിറ്റീസ്, അവിടുത്തെ മൈനോറിറ്റീസ്, ഹിന്ദുസ്, ക്രിസ്ത്യൻസ്, പാഴ്സീസ്, സിഖുകാർ, ബുദ്ധമതക്കാർ, ജൈനമതക്കാർ, ഈ 6 കമ്മ്യൂണിറ്റീസിന് ഇന്ത്യയിൽ സിറ്റിസൺഷിപ്പ് കൊടുക്കും. അതിനുള്ള ആക്ടാണ് CA സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട്. ഇനി സ്റ്റേറ്റ്സ് പേജിൽ പോകുമ്പോൾ കരുണാനിധി, DMKയുടെ വലിയ ലീഡറും ഒരുപാട് കാലം തമിഴ്നാടിന്റെ ചീഫ് മിനിസ്റ്ററും ഒക്കെ ആയിരുന്ന കരുണാനിധിയുടെ ബർത്ത് സെന്റിനറി ആണ് ഇന്ന് എന്ന് പറയുന്നത്. ഇന്നലെയൊക്കെ അതിന്റെ ആഘോഷങ്ങളായിരുന്നു. അപ്പം അദ്ദേഹം ജനിച്ചിട്ട് 100 വർഷം, ഇപ്പൊ മരിച്ചുവല്ലോ, നമുക്കറിയാമല്ലോ. അപ്പൊ MK സ്റ്റാലിന്റെ ഫാദർ, തമിഴ്നാടിന്റെ ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ. പിന്നെ മറ്റ് പേജുകളിലേക്കൊക്കെ പോകുമ്പോൾ ബാക്കിയെല്ലാം സ്റ്റേറ്റ് ന്യൂസുകളാണ് നമുക്ക് വേണ്ട. ഓക്കെ. പിന്നെ കർണാടകത്തിന്റെ ചീഫ് മിനിസ്റ്റർ സിദ്ധരാമയ്യ ഇപ്പൊ ഒരു വലിയ പ്രശ്നത്തിൽപ്പെട്ടേക്കാണ്. മൈസൂർ അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി, മുദ എന്ന് പറയുന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന ഒരു സംഭവമുണ്ട്, മൈസൂർ അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി. അവിടെ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഈ മുദയിൽ നിന്ന്, മൈസൂർ അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റിയിൽ നിന്ന് കുറച്ച് പാഴ്സൽ ഓഫ് ലാൻഡ് അലോക്കേറ്റ് ചെയ്ത് കിട്ടി. അതിൽ കറപ്ഷൻ നടന്നുവെന്ന് വലിയ ആരോപണമുണ്ട്. അതിന് അദ്ദേഹത്തിനെതിരെ പ്രോസിക്യൂഷന് കർണാടകത്തിന്റെ ഗവർണർ തവർ ചന്ദ് ഗെലോട്ട്, കർണാടകത്തിന്റെ ഗവർണർ ആരാണ്? തവർ ചന്ദ് ഗെലോട്ട്. പേരൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചോ. തവർ, THAWAR, തവർ ചന്ദ്, CHAND, ചന്ദ് ഗെലോട്ട്, തവർ ചന്ദ് ഗെലോട്ട് പ്രോസിക്യൂഷന് അനുമതി നൽകി. അപ്പം ദാറ്റ് ക്രിയേറ്റഡ് എ പൊളിറ്റിക്കൽ ക്രൈസിസ് ഇൻ കർണാടക ബിക്കോസ് ഇറ്റ് ഈസ് വെരി അൺയൂഷ്വൽ ടു ഗീവ് പ്രോസിക്യൂഷൻ പെർമിഷൻ അഗെയിൻസ്റ്റ് ചീഫ് മിനിസ്റ്റർ ബൈ ഗവർണർ. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെയുള്ള സംഭവം കണ്ടാനുള്ള അതിന് പറ്റും. പക്ഷെ അങ്ങനെ പലപ്പോഴൊക്കെ അങ്ങനെ സംഭവിക്കാറുള്ളൂ. അപ്പൊ അതിന്റെ പേരിൽ ഇപ്പൊ കർണാടകത്തിൽ ഒരു പൊളിറ്റിക്കൽ ക്രൈസിസ് ആണ്. പിന്നെ ബാക്കി ന്യൂസ് ഒന്നും നമുക്ക് ഫ്രണ്ട് പേജിൽ ആവശ്യമുള്ളതല്ല. അതിനടുത്ത പേജിലും സ്റ്റേറ്റ്സ് പേജിൽ ഇലക്ഷനെ കുറിച്ചൊക്കെയാണ്, അത് നമുക്ക് വേണ്ട. അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഇപ്പോ മഹാരാഷ്ട്രയിൽ വന്നൊരു സ്കീമാണ് ലഡ്കി ബഹിൻ യോജന. ലഡ്കി ബഹിൻ യോജന എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ സ്കീമില് 2.5 ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ള സ്ത്രീകൾക്കെല്ലാം മാസം തോറും 1,500 rupees വെച്ച് കൊടുക്കും. ഈ ലക്ഷം വരെയല്ല, അതുകൊണ്ടാണ് ഇതെല്ലാം. അവിടുത്തെ ശിവസേന BJP ഗവൺമെന്റ്, ഏകനാഥ് ഷിൻഡെ ആണ് അവിടുത്തെ ചീഫ് മിനിസ്റ്റർ. ദേ അനൗൺസ്ഡ് ദാറ്റ് ദ വിമൻ ഹാവിംഗ് ലെസ് ദാൻ 2.5 lakhs per annum will get an amount of 1,500 rupees per month. അത് ആണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് വൺസ് ദേ വോട്ടഡ് ബാക്ക് ടു പവർ ദേ വിൽ ഇൻക്രീസ് ദാറ്റ് എമൗണ്ട് ടു 3,000 rupees. ദാറ്റ്സ് എ പ്രോമിസ് മെയ്ഡ് ബൈ ദ ചീഫ് മിനിസ്റ്റർ യെസ്റ്റർഡേ, ഏകനാഥ് ഷിൻഡെ. ആ സ്കീമിന്റെ പേരാണ് ലഡ്കി ബഹിൻ യോജന എന്ന് പറയുന്നത്. പിന്നെ പഞ്ചാബിന്റെ ചീഫ് മിനിസ്റ്റർ ഭഗവത് മാനിന്റെ ഒരു ഫോട്ടോ കാണാം. പഞ്ചാബിന്റെ ചീഫ് മിനിസ്റ്റർ ആരാണ്? ഭഗവത് മാൻ. പിന്നെ അതൊക്കെയാണ് അവിടെ ഉള്ളത്. അതിന്റെ അടുത്ത പേജിൽ പോകുമ്പോ നമ്മൾ അറിയേണ്ട ഒരു സംഭവം ഞാൻ പറയാൻ വിട്ടുപോയല്ല, അത് ഇന്നത്തെ ഈ പത്രത്തിലാണ് ഉള്ളത്. വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് സമ്മിറ്റ്, ഇന്ത്യയിലെ കൂടെ നടക്കുന്ന ഒരു സമ്മിറ്റ് ആണ് VOGS എന്ന് പറയും. VOGS, വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് സമ്മിറ്റ്. വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് സമ്മിറ്റ്. ഗ്ലോബൽ സൗത്ത് എന്നറിയപ്പെടുന്നത് ഡെവലപ്പിംഗ് നേഷൻസിനെയാണ്, അങ്ങനെയാണ് പറയുന്നത്. ഗ്ലോബൽ നോർത്ത് എന്നറിയപ്പെടുന്നത് ഡെവലപ്ഡ് നേഷൻസിനെയാണ്. ഗ്ലോബൽ സൗത്ത് ഈസ് എ കളക്റ്റീവ് നെയിം ടു ഹൈലൈറ്റ് അല്ലെങ്കിൽ ടു എന്താ പറയുന്നത് represent developing nations, and global north is the name to represent developed nations. So India is championing, India is trying to be the leader of global south because India is also a developing nation, and India is one of the fastest growing economies in the world, and world's 5th largest economy is currently India. That's why India is trying to position itself as the leader of global south. That's why India used to conduct Voice of Global South Summit. Yesterday, Prime Minister Modi conducted the 3rd Voice of Global South Summit through online. More than 120 countries participated in the Voice of Global South Summit conducted by India. And External Affairs Minister Jaishankar also participated in that summit. Almost all the developing nations in the world participated in that. China and Pakistan not participated because India didn't invade those two countries, because India is having geopolitical problems with these two nations, Pakistan and China. അപ്പോൾ ഇതിനെ കുറിച്ചൊരു ന്യൂസ് ഇവിടെ കാണാം. അത് പ്രത്യേകിച്ച് വേറെ പറയാനില്ല. UN ഒരു മീറ്റിംഗ് അടുത്ത മാസം വരുന്നുണ്ട്. UN മീറ്റിംഗിൽ എടുക്കേണ്ട നിലപാടുകൾ, ഡെവലപ്പിംഗ് നേഷൻസ് എന്തൊക്കെ നിലപാടാണ് എടുക്കേണ്ടതെന്നൊക്കെയാണ് അവർ ഡിസ്കസ് ചെയ്തത്. UN
സെപ്റ്റംബറിൽ വരുന്ന മീറ്റിംഗിൽ മോഡി അറ്റൻഡ് ചെയ്യുന്നുണ്ട്. UN സമ്മിറ്റ് ഓഫ് ദ ഫ്യൂച്ചർ എന്നാണ് അറിയപ്പെടുന്നതാണ്. UN സമ്മിറ്റ് ഓഫ് ദ ഫ്യൂച്ചർ will be taken place in September 22 and 23 in New York. ന്യൂയോർക്കിലാണല്ലോ UN. പിന്നെ ദളിത് കമ്മ്യൂണിറ്റീസിന്റെ SC റിസർവേഷൻ കിട്ടും നമുക്കറിയാമല്ലോ. അത് പക്ഷേ ഹിന്ദു, സിഖ്, ബുദ്ധ ഈ 3 മതങ്ങളിലുള്ള ദളിത്തിനെ കിട്ടുള്ളൂ. SC/ST കാറ്റഗറിക്കാർക്ക് SC റിസർവേഷൻ കിട്ടുള്ളൂ. അത് ക്രിസ്ത്യൻ, മുസ്ലിം മതങ്ങളിലേക്ക് കൺവെർട്ട് ചെയ്ത SC-കാർക്ക് കൂടെ കൊടുക്കണം എന്നൊരു ആവശ്യമുണ്ട്. അതിനെക്കുറിച്ച് പഠിക്കാൻ അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റിയാണ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ കമ്മിറ്റി. ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ, ജസ്റ്റിസ് റിട്ടയർഡ് ആണ്, അദ്ദേഹം സുപ്രീം കോടതിയിലെ പഴയ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. KG ബാലകൃഷ്ണൻ കമ്മിറ്റി അതാണ് റിസർവേഷൻ, ദളിതിന് കൊടുക്കുന്ന റിസർവേഷൻ. അത് ഹിന്ദു, സിഖ്, ബുദ്ധ മതത്തിലുള്ള SC/ST-കാരൊക്കെ കിട്ടുള്ളൂ. അത് ക്രിസ്ത്യാനിറ്റിയിലോട്ടും ഇസ്ലാമിലേക്കും കൺവേർട്ട് ചെയ്തവർക്ക് കൂടെ കൊടുക്കാമോ എന്ന് സ്റ്റഡി ചെയ്യാൻ വേണ്ടി ഉള്ള കമ്മീഷനാണത്, ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ കമ്മീഷൻ. ഇത് ആക്ച്വലി ഇപ്പൊ തന്നെ ഒരുപാട് സമയമായി. ഞാൻ ഈ ക്ലാസ് തൽക്കാലം ഇവിടെ നിർത്തിയാണ്. നമുക്ക് ഈ സൺഡേ ന്യൂസ് പേപ്പറിൽ കുറച്ച് കാര്യങ്ങളോട് ഡിസ്കസ് ചെയ്യാറുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഞാൻ അതിൻ്റെ കൂടെ കമ്പയർ ചെയ്ത് ഡിസ്കസ് ചെയ്യാൻ നോക്കാം. വലിയ കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെയൊക്കെ എംപോക്സിന്റെ ഇന്ത്യയുടെ പ്രിപ്പയർനെസിനെ കുറിച്ചൊക്കെയാണ്. ഇന്ത്യയുടെ ഹെൽത്ത് മിനിസ്റ്റർ ആരാണ്? JP നദ്ദയാണ്. അദ്ദേഹം അതിനെ കുറിച്ച് പറഞ്ഞേക്കുന്ന ഒരു കാര്യമൊക്കെ ഉണ്ട്. പിന്നെ നമ്മളുടെ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട്, അദ്ദേഹം മരിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ മകൾ ഉൾപ്പെടെ പറയുന്നത്. അദ്ദേഹത്തിന്റെ ചിതാഭസ്മം, അദ്ദേഹത്തിന്റെ മോർട്ടൽ റിമൈൻസ് ഒക്കെ സൂക്ഷിക്കുന്നത് ജപ്പാനിലെ ഒരു ടെമ്പിളിലാണ്, റെങ്കോജി ടെമ്പിൾ എന്ന് അവർ പറയുന്നത്. ആ ടെമ്പിളിൽ നിന്ന് അദ്ദേഹത്തിന്റെ റിമൈൻസ് ഒക്കെ തിരിച്ച് കൊണ്ടുവരണം. റെങ്കോജി ടെമ്പിൾ ജപ്പാനിലെ ടോക്കിയോയിലാണ് എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ മകൾ അനിത ബോസ്, അദ്ദേഹത്തിന്റെ മകൾ ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട്, അനിത ബോസ് ആവശ്യപ്പെട്ടേക്കുന്നത്. അതിനെ കുറിച്ചുള്ള ന്യൂസുകൾ കാണാം. പിന്നെ അതിന്റെ അടുത്ത പേജ് തൊട്ട് അങ്ങോട്ട് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. ഇതില് വേൾഡ് ബാങ്കിന്റെ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ ഗീതാ ഗോപിനാഥ്, അവർ ഇന്ത്യക്കാരിയാണ്. അവരിപ്പോ ഇന്ത്യയിൽ വന്ന് ഇന്ത്യ ഡെവലപ്പ് ആവാൻ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ കുറെ സജഷൻസ് ഒക്കെ കൊടുക്കുന്നത്. അതൊക്കെ പറയാൻ ഒരു 2-3 മിനിറ്റ് വേണം. അത് ഇപ്പം ഓൾറെഡി വീഡിയോ അല്ലെങ്കിൽ 1 hour ഒക്കെ ക്രോസ് ചെയ്ത് പോകും. അതുകൊണ്ട് തൽക്കാലം ഇവിടെ നിർത്തിയാണ്. കുറച്ച് കാര്യങ്ങൾ ഒരു 5 മിനിറ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് നമുക്ക് അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.